ടോപ്പിക് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ രമേശ് മാഷാണ്. പയ്യന്നൂർ സ്വദേശിയാണ്. അദ്ദേഹം തന്നെ നിങ്ങളോട് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ സമയം വൈകിക്കുന്നില്ല, ഞാൻ നേരെ സാറെ ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു മിനീഷ് ആൻഡ് എൻജോയ് ടീം. എന്നെ സംബന്ധിച്ചോളം ഇന്ന് വളരെ സന്തോഷമാണ്. കാരണം എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ തുടങ്ങിയിട്ട് 4 or 5 ആഴ്ച തോന്നുന്നു, ഒട്ടും വൈകാതെ തന്നെ ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരനും ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തൊക്കെ ഇരുന്ന് ഈ മനോഹരമായ സൂം എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പഠിക്കാൻ താല്പര്യമുണ്ട്. ഇതൊരു ഗ്ലോബൽ സ്കൂളായി കൺവേർട്ട് ചെയ്യാനാണ് എൻ്റെ ഡ്രീം. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത്. ഇന്ന് പണ്ടാണെങ്കിൽ നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാം, ഇന്ന് സ്കൂളിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഈ അടുത്ത കാലത്തിൽ അധ്യാപകരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വരുന്ന ഒരു മാസം അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ടീച്ചേഴ്സ് ആസ് കൗൺസിലേഴ്സ് എന്നാണ്. നമ്മുടെ മൊത്തം വിദ്യാർത്ഥികൾ, അത് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും എന്നും വ്യത്യാസമില്ലാതെ ഇപ്പൊ ഹൈസ്കൂളും UP വരെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ഇനി മുതൽ പഠിപ്പിക്കണമെങ്കിൽ പഴയ ആയുധങ്ങളൊന്നും പോരാ, അവർ മൂർച്ച കൂട്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ മുഴുവൻ ഒരു കൗൺസിലേഴ്സ് ആക്കാൻ വേണ്ടി കേരളത്തിന്റെ എൻറ്റയർ എനിക്ക് തോന്നുന്നു ഒക്ടോബർ 22, 23, 24 2-3 ബാച്ച് ഉണ്ടാവും. അത് ഓരോ സ്കൂളിലെ ടീച്ചേഴ്സിന് എൻറ്റയർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാം. ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് ഞാനും ഇത് ചെയ്തതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാല് നമ്മുടെ ചിന്തകൾ മാറുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ വ്യക്തിപരമായി കാണാൻ, പേഴ്സണലി മെന്റർ ചെയ്യാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കാറുണ്ട് വീട്ടിൽ. ഇന്നും ഒരു കുടുംബം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മക്കളുടെ കാര്യം, അവരുടെ വ്യക്തിപരമായ കാര്യമൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്നു. അത്രേ കാര്യമുള്ളൂ, ഇല്ല അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ആ കുട്ടികളെയൊക്കെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്തരത്തിലുള്ള ഒരു ക്ലാസിന്റെ അഭാവം എന്ന് വെച്ചാൽ, ഞാൻ എടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഈ പഠിക്കേണ്ട ചില പുസ്തകങ്ങൾ നമ്മുടെ സിലബസിലില്ല. അങ്ങനെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗിൻ എടുത്തിരിക്കുന്നത്. ഇനി 1-2 എപ്പിസോഡ് കൂടി മാജിക് ഓഫ് തിങ്കിങ് ബിഗ് അവസാനിക്കുന്നു. നമ്മൾ അടുത്ത പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലേക്ക് മാറുന്നു. നമുക്കിത് ഈ പ്രസ്ഥാനത്തെ ഒന്ന് വളർത്തേണ്ടതുണ്ട്. നിങ്ങൾക്കാകാവുന്ന സുഹൃത്തുക്കളെ അറിയിക്കുക. ഇതിന് 1 രൂപ പോലും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. മാത്രമല്ല, ഇതൊരു പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ളതല്ല, ഇത് നമ്മുടെ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്കുള്ളതാണ്. ഇന്നും ചിലർ പുതുതായി വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് കഥ ഇതുവരെ പറയണ്ടേ. ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകം ഡേവിഡ് ഷിവാർട്സ് എന്ന ഒരു എന്താ പറയുക ഏറ്റവും കൂടി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എഴുതിയത്. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് സംഘർഷങ്ങളും ആവട്ടെ, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചത് കൊണ്ട് കാര്യമില്ല. ആ പുസ്തകത്തിലെ ആശയങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും, ഓരോ വ്യാഴാഴ്ചയും ആദ്യത്തെ 10 മിനിറ്റ് നേരം ആ പഠിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് ഞാൻ ആവർത്തിച്ചു പറയട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കഥ ഇതുവരെ അതിൽ 1-ാമത്തെ ചാപ്റ്റർ, അതായത് 13ഓളം ചാപ്റ്ററിലാണുള്ളത്. അതിൽ 1-ാമത്തെ നമ്മൾ പറഞ്ഞ ചാപ്റ്റർ, ഇതെല്ലാം കേട്ട് ചിലവർ എഴുതിയെടുത്തവരുണ്ടാവും, നന്നായി. പുസ്തകം വാങ്ങിയവരുണ്ടാവും, വളരെ വളരെ നന്നായി. അതിന് മലയാളം വെർഷൻ ഉണ്ട്, ഇംഗ്ലീഷ് വെർഷൻ ഉണ്ട്, ഹിന്ദി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ലാംഗ്വേജിൽ അത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അത് ലഭിക്കും. അപ്പോ അതൊന്ന് വായിക്കലാണെങ്കിൽ ആവശ്യം. ഞാൻ ഒരിക്കലും പുസ്തകം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നതിന് തെറ്റിദ്ധരിക്കേണ്ട. മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറയില്ല, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കും. 1-ാമത്തത് ബിലീവ് യു ക്യാൻ സക്സീഡ് എനിവേ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്നാണ് ആ പുസ്തകത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസമില്ലായ്മയെക്കുറിച്ചും പറയുന്നു. എങ്ങനെ നമുക്ക് വിശ്വാസം കൂട്ടാമെന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ്, ഡെവലപ്പിംഗ് യുവർ സെൽഫ് ഫോർ സക്സസ്, അതാണ് ആ പുസ്തകത്തിൽ പറയുന്ന ആദ്യത്തെ കാര്യം. അതിൽ നമ്മൾ പല കാര്യങ്ങളും നിരീക്ഷിക്കേണ്ടി വരും, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക്കേണ്ടി വരും. 2-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്യൂർ യുവർ സെൽഫ് ഓഫ് എക്സിക്യൂസൈറ്റിസ്. നമ്മൾക്കൊക്കെയുള്ള ഒരു മാനസികമായ ഒരു കുഴപ്പമാണ് എക്സ്ക്യൂസ് പറയുക എന്നുള്ളത്. എന്തായി പ്രോഗ്രാമിന് വരാത്തതിന് കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല സർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. എല്ലാ കാര്യത്തിനും എക്സ്ക്യൂസ് പറയുന്നവരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെ പലതരത്തിലുള്ള എനിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നവരുണ്ട്, എനിക്ക് പ്രായമായി എന്ന് പറയുന്നവരുണ്ട്,
അതുകൊണ്ട് തന്നെ ലക്ക് ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, ഞാൻ നിർഭാഗ്യവാനാണെന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ഇത്തരത്തിൽ കൂട്ടരെ കുറിച്ചാണ് പറയാറ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാക്കാം, ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ഡിസ്ട്രോയ് ഫിയർ. കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഫിയർ ഇല്ലാതാവും, ഡിസ്ട്രക്ഷൻ നടക്കും, നമ്മുടെ പേടി. എന്താണ് പേടി എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മളത് ചർച്ച ചെയ്തു. അതിന്റെ ഒറ്റ മറുപടി ഉള്ളൂ, നിങ്ങൾ എന്താണോ ഭയമുള്ളത് അത് ചെയ്യുക. ആക്ഷൻ ക്യൂവേഴ്സ് ഫിയർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തെ സമ്മറിയിൽ എന്ന് പറഞ്ഞത് ഹൗ ടു തിങ്ക് ബിഗ്, എങ്ങനെയാണ് നമുക്ക് വലുതായി ചിന്തിക്കാൻ പറ്റുന്നത്. അതിന് പറയുന്ന സെൽഫ് ഡിപ്രീസിയേഷൻ, നമ്മൾ വില കുറച്ച് കാണാതിരിക്കുക, നമ്മൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക, നമ്മളൊക്കെ മികച്ചവരാണെന്ന് ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ആണ് ആ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറയാൻ പോയത് ഹൗ ടു തിങ്ക് ആൻഡ് ഡ്രീം ക്രിയേറ്റീവ്ലി, എങ്ങനെ നമുക്ക് മനോഹരമായ സ്വപ്നങ്ങൾ കാണാം. വെറുതെയുള്ള സ്വപ്നമല്ല, എങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ, ക്രിയാത്മക ചിന്തയിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിന്റെ ഒരുപാട് കാര്യം. ഇപ്പൊ ഇമ്പോസിബിൾ എന്നത് ഇല്ലാതാക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ കഴിവിനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചിട്ട്, പുതിയ ആശയങ്ങൾ പഠിക്കാൻ നമ്മൾ ഒരു തുറന്ന പുസ്തകവും തുറന്ന മനസ്സുമായിരിക്കേണ്ടതിനെ കുറിച്ചൊക്കെയാണ് വളരെ വിശദമായിട്ട് അന്ന് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ പ്രതിസന്ധികളെ ഒന്ന് കെട്ടിപ്പിടിക്കണം, എംബ്രേസ് ചാലഞ്ചസ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, എപ്പോഴും നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ അന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വന്ന അധ്യായം എന്ന് പറയുന്നത് ആറാമത്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം യു ആർ വാട്ട് യു തിങ്ക് യു ആർ. നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ അതാണ് നിങ്ങളായി തീരുന്നത്. നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയെ കുറിച്ചിട്ടാണ് ആ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ പരിസ്ഥിതി ഒന്ന് മാറ്റണം, മാനേജ് യുവർ എൻവയറൺമെന്റ്, ഗോ ഫസ്റ്റ് ക്ലാസ്. നിങ്ങളുടെ പരിസ്ഥിതി, അതായത് നിങ്ങൾക്ക് പറ്റാത്തവരെ കൂട്ടുമാറുക, നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ ലക്ഷ്യത്തിന് പറ്റിയ ആൾക്കാരുടെ കൂട്ടുകൂടുക എന്ന ഒരു ചുരുക്കിയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച അവസാനിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറഞ്ഞു. അതും കൂടെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. അതെങ്ങനെ നമുക്ക് എന്തൂസിയാസ്, എപ്പോഴും നമുക്ക് വളരെയധികം ഊർജ്ജസ്വലനായി നിൽക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് നല്ല വാർത്തകൾ നാട്ടുകാരിൽ എത്തിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ അപ്രീസിയേഷന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അവസാനം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് തിങ്ക് റൈറ്റ് ടുവാർഡ് പീപ്പിൾ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കുറിച്ച്, അല്ലെ നിങ്ങളുടെ കൂടെയുള്ളവരെ കുറിച്ച് എങ്ങനെ നന്നായി ചിന്തിക്കാം എന്നുള്ള ഒരു അധ്യായമാണ്. എനിക്ക് ഈ അധ്യായത്തെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള കാര്യം, ഇതൊരു പുസ്തകം മാത്രം ബേസ്ഡോടുള്ള ട്രെയിനിങ് സീരീസ് അല്ല. എന്റെ അനുഭവങ്ങൾ, എന്റെ വായനകളൊക്കെ ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അവസാനം നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ജനങ്ങളെ കുറിച്ചുള്ള നല്ല ഒരു ചിത്രം, ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയുക എന്ന് എനിക്കറിയില്ല. അത് നല്ല വാർത്ത അറിയുന്നവരുണ്ടാവും, മോശം പറയുന്നവരുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മനുഷ്യൻ, നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും എടുത്തു നോക്കിയാൽ എങ്ങനെ അവരെ കുറിച്ച് ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാം, എങ്ങനെ അവരെ നല്ല കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. ഇതാണ് എങ്ങനെ മറ്റുള്ളവരെ നന്നായി കാണുന്ന വിധത്തിൽ ചിന്തിക്കാം. അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ പറയുന്നത് തിങ്ക് റൈറ്റ് ടുവാർഡ്സ് പീപ്പിൾ. ജനങ്ങളോട്, അല്ലെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരോട്, നിങ്ങളുടെ ഭാര്യയോടാവാം, ഭർത്താവോടാവാം, മക്കളോടാവാം, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളതാവാം ഉള്ളവരോടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സോടാവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗികളോടാവാം, വക്കീലന്മാരാണെങ്കിൽ ക്ലയൻസോടാവാം, എല്ലാവരോടാവാം. അങ്ങനെയുള്ള തിങ്ക് റൈറ്റ് ടുവാർഡ് പീപ്പിൾ. ഇവിടെ പറയുന്നൊരു കാര്യം, സക്സസ് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവരും കൂടെ ചേർന്നതാണ്. അതായത് എനിക്ക് ഒറ്റയ്ക്ക് നമുക്ക് ഒരു വിജയം നേടാൻ പറ്റില്ല, ഏത് മേഖല എടുത്താലും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയുന്നത് പോലെ ഇപ്പൊ എവറസ്റ്റ് കൊടുമുടി കയറിയ വ്യക്തി ടെൻസിംഗ് നോർഗെ, എഡ്മണ്ട് ഹിലാരി ഒറ്റക്കല്ല. ഒരു ശുഭാംശു ശുക്ല സ്പേസിൽ പോയത് ഒറ്റക്കല്ല. ഇവിടെ ഒരു കൂട്ടായ്മകളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകൂ. സക്സസ്, എന്റെ വിജയം നിങ്ങളുടെ ഒക്കെ വിജയത്തിന്റെ ഒരു ആകത്തുകയാണ്. നിങ്ങളിപ്പോ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു ടീമിന്റെ എഫേർട്ടാണ്. ഒരു രാജ്യത്തെ പട്ടാളം എന്ന് പറയുന്നത് അതിനൊരു ടീം എഫേർട്ടാണ്. ഒരു പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ടീം എഫേർട്ടാണ്. ഒരു മന്ത്രിസഭ എന്ന് പറയുന്നതും ഒരു ടീം എഫേർട്ടാണ്. ഇവരെല്ലാമാണ് സക്സസ് ഉണ്ടാകുന്നത്. നമുക്ക് വരുന്ന ആദ്യത്തെ വീഴ്ച, നമ്മൾ പറയും ഞാൻ സക്സസ് ആവും, പക്ഷെ ഞാൻ ഒറ്റ കാര്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനല്ല. നമ്മൾ എപ്പോഴും സക്സസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് പറ്റിയ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം.
എന്ന് വെച്ചാൽ എല്ലാവരും അല്ല, അവരുടെ സഹകരണങ്ങൾ നമുക്കുണ്ടാവണം. ഇന്ന് പണ്ടൊക്കെ നമ്മൾ ശത്രു രാജ്യം എന്നൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ശത്രു രാജ്യം ഇല്ല. കാരണം നിങ്ങൾക്ക് എവിടെ ശത്രുവാക്കാൻ പറ്റും? കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം എല്ലാ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളൊരു ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന്റെ സെർവർ ഉള്ളത് അമേരിക്കയില്ല. നമ്മൾ ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് പറയാം. നമ്മളെ സെർച്ച് എഞ്ചിൻ ഉള്ളത് ഇവിടെയല്ല. എവിടെയാന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ്. നിങ്ങൾ ലോകത്ത് എവിടെ ഇപ്പൊ ബിസിനസ് ചെയ്യാം, ലോകത്ത് എവിടെ യാത്ര ചെയ്യാം, നിങ്ങൾക്ക് ആ വലിയ ലോകത്തിന്റെ ഒരു ഭാഗമാവും. നിങ്ങൾ വേൾഡ് പൗരൻ, ലോക പൗരനാവും, വേൾഡ് സിറ്റിസൺ ആവും. അതാണ് പറഞ്ഞത്. ഇനി ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് ഡേവിഡ് ഷ്വാർട്സ്. എന്നിട്ട് എല്ലാവരും നമുക്ക് അങ്ങനെ ആവണമെന്നില്ല. ദ ലൈക്കബിലിറ്റി ഫാക്ടർ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് പറഞ്ഞ് ഇഷ്ടപ്പെടുക. ലൈക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാനുള്ള കഴിവെന്ന് പറയാം. ബീങ് ലൈക്കബിൾ മേക്സ് ഇൻഡിവിജ്വൽ ഈസിയർ ടു സപ്പോർട്ട് എ പോസിറ്റീവ് പേഴ്സണൽ ഇന്ററാക്ഷൻസ്. അതായത് നമ്മൾക്കൊക്കെ ബന്ധമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പറയില്ലേ, ഞാൻ ഒരു ലൈക്ക് മൈൻഡഡാ. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാരെ ഞാൻ എണ്ണിട്ടൊന്നുമില്ല, എത്ര ആൾക്കാർ തമ്മിൽ ഒരു ലൈക്ക് മൈൻഡഡ് ഇല്ലേ? ഇല്ലെങ്കിൽ ഈ വ്യാഴാഴ്ച രാത്രി 9:15 ഇരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും എന്റെ ട്രെയിനിങ് സീരീസുമായി പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ എന്നെ കാണാൻ വരുന്നു, അല്ലെങ്കിൽ കേൾക്കാൻ വരുന്നു. അത് ലൈക്ക് മൈൻഡഡ് ആയതുകൊണ്ടല്ലേ. അവിടെ നമ്മുടെ നാട്ടുകാർ പറയുന്ന വാക്ക് ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് എന്നാണ്. എങ്ങനെ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാം? വളരെ വളരെ പ്രധാനപ്പെട്ട. ഇന്ന് ഈ തലച്ചോറ് ദിനം, ബ്രെയിൻ ഡേ എന്നൊക്കെ പറയുന്നത്, ബ്രെയിനെ കുറിച്ച് പറയുന്ന ഒരു ദിവസം. അപ്പൊ ഒരു ന്യൂറോളജിസ്റ്റിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണാം വൈകുന്നേരം. ആസ്ട്രോമിംസിലെ അവരുടെ ന്യൂറോളജിസ്റ്റ്, ലേഡിയാണ്, അവര് ഡോക്ടറാണ്. അവര് പറയുന്നത് ബുദ്ധിയെ കുറിച്ചുള്ള ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാവണം. അതൊരു കണക്ടിവിറ്റി എന്ന വാക്കാണ് ആ ഡോക്ടർ ഉപയോഗിച്ചതെങ്കിൽ ബന്ധങ്ങളുടെ ഊഷ്മളത മനസ്സിലാക്കണം. നിങ്ങൾ എങ്ങനെ എവിടെ എത്തിയത്? ആരോഗ്യമോ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നു. എനിക്ക് സന്തോഷം തോന്നുന്നത് പലരും എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്നു. സാർ, എനിക്ക് 1/2 മണിക്കൂർ സംസാരിക്കണം. ഞാൻ അനുവദിക്കും. അവർ ഓൺലൈനിലൂടെ സംസാരിക്കുന്നു, ഫോണിലൂടെ സംസാരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അതായത് പിന്നെ ബന്ധങ്ങളുടെ ഊഷ്മളത എന്ന് പറഞ്ഞ സ്വാർത്ഥ ബന്ധങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നാം മറ്റുള്ളവരിലേക്ക് താല്പര്യം കാണിക്കുക. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൽ പറയുന്ന ഒരു വാക്യം എനിക്ക് ഇഷ്ടമാണ്. ഫ്രണ്ട്ഷിപ്പ് കനോട്ട് ബി ബോട്ട്. നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റൂല സുഹൃത്ത് ബന്ധം. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല. കാരണം പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല ബന്ധങ്ങൾ. റിലേഷൻ എന്ന വാക്കിൽ നമ്മളൊന്ന് ആഴ്ന്നിറങ്ങി പഠിച്ചാൽ 2 വാക്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്ന് ഇലേഷൻ, ELATION. ഇലേഷൻ എന്ന് പറഞ്ഞാൽ വർദ്ധനവ്, ഇലേറ്റഡ് എന്നൊക്കെ പറയും. അതിൽ മറ്റൊരു വാക്കിന്റെ സുഹൃത്തുക്കളെ, റേഷൻ, RATION, റേഷൻ. ചിലവരുടെ ബന്ധങ്ങള് റേഷൻ പോലെ കുറച്ച് മാത്രം. ഞാൻ, എന്റെ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ എന്റെ വേണ്ടി വന്നാൽ ഒരു ബന്ധു, എന്നിട്ട് അവർ സംതൃപ്തരായിട്ട് ഇരിക്കുക. എനിക്കത് മതി. എന്തോ എനിക്ക് പറ്റാറില്ല. ഒരു 4 വർഷം കൊണ്ട് ഒരു 10 ലക്ഷം സുഹൃത്തുക്കളെ ഉണ്ടാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ടും ഓൺലൈനും എങ്ങനെ ആവട്ടെ, എവിടെയെങ്കിലും ഒരു ചിത്രമായി ഉണ്ടാവണം. അവിടെ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, ഈ റിലേഷൻഷിപ്പ് വർദ്ധിക്കുമ്പോൾ അതിലൊരു വാക്ക് ബ്രാക്കറ്റ് ഇടണം, നിസ്വാർത്ഥമായ. സെൽഫ്ലെസ്, നിസ്വാർത്ഥമായ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്നറിയോ? ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു തലച്ചോറിലെ ഒരു കെമിക്കൽ പുറപ്പെടുവിക്കും. നമുക്കറിയാലോ, പോസിറ്റീവായിട്ടുള്ള ഡോപ്പാമൈനും ഒക്കെ ഉണ്ടാകുന്ന പോലെ ഒരു കെമിക്കൽ, ന്യൂറോ കെമിക്കൽ ഉണ്ടാവും. അത് നിങ്ങളുടെ കോശങ്ങളെ അങ്ങ് ത്രസിപ്പിക്കും.
ഇന്ന് ഞാൻ കാണുന്ന നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൂട്ടായ്മകളുടെ യാത്രകൾ, ടൂറുകൾ. എന്ത് സന്തോഷമാണ്. സമകാലമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ യാത്രകൾ, എൻജോയ്മെന്റുകൾ, ക്യാമ്പുകൾ, ഇതൊക്കെ നമ്മൾ തുടങ്ങണം. ഇപ്പൊ നമ്മളൊക്കെ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അവിടെയൊക്കെ വരാം. സന്തോഷിക്കുന്ന അപ്പൊ റിലേഷൻഷിപ്പ് നമ്മുടെ സക്സസ് ഒരാൾക്ക് വ്യത്യാസമാണ്. ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരുടെ സക്സസ് വ്യത്യാസം. ചിലർക്ക് പണമായിരിക്കും, ചിലർക്ക് അധികാരമായിരിക്കും, ചിലർക്ക് സാമൂഹ്യ സേവനമായിരിക്കും. ഇത് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ സക്സസ് എന്താ. അതൊന്നും ഡിഫൈൻ ചെയ്യാനല്ല എന്റെ പണി. അത് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ സന്തോഷം കിട്ടും. അതെന്റെ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ആരും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ചിലവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ സന്തോഷം, ചിലവർക്ക് പൂക്കളെ പാലിക്കുമ്പോൾ, ചിലവർക്ക് പട്ടികളെ പോറ്റുമ്പോൾ, ചിലവർക്ക് ആനയെ നോക്കുമ്പോൾ, ചിലവർക്ക് യാത്ര ചെയ്യുമ്പോൾ. അത് ഡിഫൻസ്. അവിടെയൊക്കെ നമ്മൾ ബന്ധങ്ങളുടെ വലിയൊരു ഊഷ്മളത മനസ്സിലാണ് എന്നാണ് ഡേവിഡ് ഷെവാർട്സ് വളരെ വിശദമായിട്ട് പറയും. 9ാമത്തെ ചാപ്റ്ററിൽ ആ ഒരു പോയിന്റേ ഉള്ളൂ. നമ്മൾ സോഷ്യൽ കണക്ടിവിറ്റിയിലേക്ക് പോകണം. എന്താ ഇന്നത്തെ അവസ്ഥ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന പറയുന്ന ആരോഗ്യത്തിന്റെ 5 പില്ലറുകളിൽ ഫിസിക്കൽ, മെന്റൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ, അതിലൊന്നാണ് ഈ സോഷ്യൽ. നിങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ചൊന്ന് ക്യാമറ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചാൽ നിങ്ങളുടെ ശാരീരിക അവയവങ്ങളുടെ ബന്ധം, ശ്വാസകോശവും ഹൃദയവും തമ്മിൽ എന്തൊരു ബന്ധം. നിങ്ങളുടെ ആമാശയവും നിങ്ങളുടെ തലച്ചോറും തമ്മിൽ, അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസും തലച്ചോറും തമ്മിൽ ബന്ധം. ഈ കൈയൊന്ന് ഉയർത്താൻ എത്രയോ ന്യൂറോണുകളും കോശങ്ങളും എല്ലാം കൂടെ കണക്ഷൻ അല്ലേ. മനുഷ്യ ശരീരം, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് ഉറങ്ങുക. എത്ര അവയവം. ഇവ തമ്മിൽ നല്ല ബന്ധുവില്ലെങ്കിലോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ബന്ധു, നമ്മൾ പറയില്ല എത്ര സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. അത് റേഷൻ പോലെയാണോ? എങ്കിൽ ഈ ലേശനിലേക്ക് പോവുക. വളരെ വിശദമായിട്ട് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കും, നിങ്ങൾക്ക് അതാണ് മനസ്സിലാവുക. നമ്മൾ ആ 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. ഗെറ്റ് ദ ആക്ഷൻ ഹാബിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണിത്. എത്രയോ ആൾക്കാര് മോട്ടിവേഷൻ ക്ലാസ്സിൽ പോകും, സ്ഥിരമായിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുക്കും. വലിയ വലിയ ആൾക്കാരുടെ ക്ലാസ്സിനൊക്കെ വലിയ ചെയ്യാം. കുറെ ആള് മോട്ടിവേഷണൽ ബുക്ക് സീരീസ്, സെൽഫ് ഹെൽപ്പ് സീരീസ് ബുക്കുകൾ ഹോൾസെയിലായിട്ട് പണി വായിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് പറ്റുന്നില്ല, മാറ്റമില്ല. 2 ആഴ്ച കഴിയുമ്പോ പരിപാടി നിർത്തി. ഇത് മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഇതിൽ തന്നെയുള്ള പലരും ചേർന്ന് ഒരു ആക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ അതിന്റെ കണ്ടിന്യൂഷനിലാണ്. ആർക്കും വന്ന് ജോയിൻ ചെയ്യാം. അത് പറയാൻ, അതായത് ഗെറ്റ് ദ ആക്ഷൻ ഹാബിറ്റ്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കണം എന്നത് നല്ല കാര്യമല്ലേ? പുസ്തകം വായിച്ചാൽ മനസ്സിലാവുമല്ലോ. പക്ഷെ എത്ര പേര് രാവിലെ എഴുന്നേൽക്കും? എത്ര പേര് രാവിലെ എഴുന്നേൽക്കും? ആദ്യത്തെ ദിവസം അലാറം വെച്ച് എണീക്കും, 2ാമത്തെ ദിവസം കിടന്നോളും. നിങ്ങളൊരു ആക്ഷൻ ഹാബിറ്റിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ 9:15 വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആക്ഷൻ ഹാബിറ്റിലേക്ക് വന്നു. എന്താ ആക്ഷൻ ഹാബിറ്റ്? ഇവിടെ വന്നിരിക്കുക. ആരും മസിൽ പിടിക്കണ്ട കേട്ടോ. വീട്ടിൽ നിന്ന് ആരും മസിലൊന്നും പിടിക്കണ്ട. നിങ്ങൾ കിടന്നിട്ടോ ഇരുന്നിട്ടോ അടുക്കള പണിയെടുത്തിട്ടോ ഒക്കെ നിങ്ങൾ ഇത് കണ്ടോ. വെറുതെ ചുമ്മാ. അപ്പൊ നമ്മൾ നോക്കുക, വൻ വിജയം നേടിയ ആൾക്കാർ ഏത് മേഖലയിലായിക്കോട്ടെ അവർക്ക് ആക്ഷൻ ഹാബിറ്റ്. അത് മോഹൻലാൽ ആയാലും ശരി, വാറൻ ബഫറ്റ് ആയാലും ശരി, നരേന്ദ്രമോദി ആയാലും ശരി. ഞാൻ 3 ഏരിയയിൽ ആൾക്കാരെ എടുത്താണ്. ഭരണ മേഖലയിലായാലും ഏത് മേഖല എടുത്താലും വിജയിച്ചവർക്ക് ഉണ്ടാകുന്ന ഒരു ആക്ഷൻ ഹാബിറ്റ് ഉണ്ടാവും. അവരെല്ലാ ദിവസവും പ്രവർത്തന സജ്ജരായിരിക്കും. അവർ അലസരായിരിക്കില്ല. ആക്ഷൻ എന്നൊരു ഹാബിറ്റ് ആണ്. എന്താണ് ഹാബിറ്റ്? ആ വാക്കിന്റെ അർത്ഥം ആദ്യം പഠിക്കണ്ടേ? കാരണം വളരെ സാധാരണക്കാരെ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. വീട്ടമ്മമാരുണ്ട്, സ്കൂളിൽ പോവാത്തവരുണ്ട്, ഇതിന് വലിയ വണ്ടി എല്ലാം നന്നായി പഠിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണല്ലോ പറയുന്നതുകൊണ്ട് ദയവേത് സഹകരിക്കും. ഹാബിറ്റ് എന്ന് പറഞ്ഞാല് സ്ഥിരമായി ചെയ്യുന്ന ശീലങ്ങൾ എന്നാണ് അർത്ഥം.
ശീലം എന്നാണ് അതിന്റെ മല. ഉദാഹരണം, ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പരിപാടിയായിരുന്ന പല്ല് തേക്കൽ ഇപ്പോൾ നമ്മുടെ ഒരു ശീലമായി മാറി. ഒട്ടനവധി അമ്മമാരിവിടെ ഉണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചങ്ങായിനെ പല്ലിലേക്ക് പഠിപ്പിച്ചത്. ഒരു ബ്രഷെല്ലാം എടുത്ത് ഓടി പോയി പിറകിലോടി. ഇന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ പല്ല് തേക്കാതെ ഇല്ലെങ്കിൽ ഒരു ആകെ അസ്വസ്ഥതയാവുന്നു. പല്ല് തേച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് യുവർ ഹാബിറ്റ്. നിങ്ങൾ ഇന്ന് ശാന്തമായി ഉറങ്ങുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് 9:15 ഇത് വെക്കുന്നുണ്ട്, 10:15 പരിപാടി തീരും. നിങ്ങൾ ശാന്തമായി ഇരുന്നിട്ട് നിങ്ങളുടെ ഹാബിറ്റ് എടുത്ത് നോക്കിയാൽ പത്രം വായിക്കുക ചിലവരുടെ ഹാബിറ്റാണ്. ടെലിവിഷൻ പ്രോഗ്രാം കാണുക, സ്പെസിഫിക് പ്രോഗ്രാം കാണുക ഹാബിറ്റാണ്. അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഹാബിറ്റ്. അപ്പൊ ആ ഹാബിറ്റിന് ഒരു പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുമെന്നറിയില്ല. ടെക്നിക് ടു ഹാബിറ്റ്. ഹാബിറ്റുകൾ നിങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും. നിങ്ങൾ ഓരോരുത്തരെ ഹാബിറ്റ് എടുത്ത് നോക്കിയാൽ അത് പുസ്തക വായനയിൽ ഹാബിറ്റുള്ള ആളാണെങ്കിൽ അയക്കൽ സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഹാബിറ്റുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ഒരൊറ്റ ഡേറ്റ് എനിക്ക് ഫ്രീ ഇല്ല. എന്തുകൊണ്ട്? ഇറ്റ്സ് മൈ ഹാബിറ്റ്. പുസ്തകം വായിക്കൽ എൻ്റെ ഒരു ചെറിയ ഹാബിറ്റാണ്. വലിയ ഹാബിറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, വലിയ വായനക്കാരൊന്നും അല്ലെന്ന്. എഴുത്തൊരു ഹാബിറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ട്? നല്ലതുണ്ട്, മോശം. വെറുതെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഹാബിറ്റാണ്. വേറെ ഏറ്റവും നശീകരിക്കുന്ന ഒരു ഹാബിറ്റ് എന്താ പറയുക? അവനവനെ കുറിച്ച് തന്നെ മോശം ചിന്തിച്ചോണ്ടിരിക്കും. എനിക്കിത് പറ്റില്ല, ഞാനൊരു എന്താ പറയാ, എനിക്ക് കഴിവില്ല, അതൊക്കെ ചിന്തിക്കുന്ന ഹാബിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഈ പുസ്തകം വായിച്ചു പോയാൽ ഇത് മനസ്സിലാവണമെന്നില്ല. ആക്ഷൻ ഹാബിറ്റിലേക്ക് വരണമെന്നാണ് 10ാം ചാപ്റ്റർ പറയുന്നത്. ആക്ഷൻ ഹാബിറ്റ്. അതെങ്ങനെ വരാം? അത് വിശദമായിട്ട് പറഞ്ഞ ശേഷം ഞാൻ എന്റെ ഇതെല്ലാം പറഞ്ഞു. ഒന്ന്, അതായത് പ്രവർത്തിക്കുക, ആക്ഷൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻആക്ഷൻ, പ്രവർത്തിക്കാതിരിക്കുക. എന്താ? ഒരു പ്ലാൻ, ഒരാശയം. നമുക്കൊരാശയം വന്നു, ആ ആശയത്തെ ഒരു പ്ലാൻ ആക്കി എന്നിട്ട് അതിനു വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി ചിലവർക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാം തീരുമാനം എടുത്തു, പുസ്തകം വായിക്കാൻ എന്ന് തീരുമാനിച്ചു. രാവിലെ വന്ന് നാളെ വായിക്കാം, ഇന്ന് അത്ര സുഖം പോരാ, പുസ്തകം മാറ്റിവെച്ചു. അടുത്ത ആഴ്ച, അടുത്ത ദിവസം. എന്തെങ്കിലും അതിന്റെ ബ്രെയിനിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കക്ഷിക്ക് ഇല്ല, ഇഷ്ടപ്പെട്ട ഹാബിറ്റ് മാറ്റാൻ അയാൾ സമ്മതിക്കില്ല. 4 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമുണ്ട് ഒരാൾക്ക് 4:30 ആവാൻ പറ്റില്ല സുഹൃത്തുക്കളെ. സാധാരണ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാം. ഈ അടുത്ത കാലത്ത് നമ്മളൊരു ഗ്രൂപ്പിന് വേണ്ടി 5:30-ക്ക് സെഷൻ തുടങ്ങാൻ പറഞ്ഞു, മോർണിംഗ്. കുറച്ച് ദിവസമായി. ആ സമയത്ത് ഞാൻ 5:30-ക്ക് സെഷൻ ചെയ്യണമെങ്കിൽ എന്റെ എക്സസൈസും കാര്യം 1 മണിക്കൂർ. ഇപ്പൊ ഞാൻ 4:30-ക്ക് എഴുന്നേക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെന്റെ ഹാബിറ്റായി മാറി. ഇപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ആക്ഷനും ഇനാക്ഷനുമാണ് നമ്മുടെ വ്യത്യസ്തത തിരിച്ചറിയുന്നത്. വെറുതെ ഒന്നല്ലല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്ന, മാറ്റത്തിനല്ലേ. എങ്കിൽ നിങ്ങൾ ആക്ഷൻ എവിടെ ചെയ്യുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഡേവിഡ് ഷ്വാർട്സ് പറയുന്നു, നിങ്ങളുടെ വിജയം എന്താണോ നിങ്ങൾ ആവേണ്ടത് അത് തീരുമാനിച്ചു, അതിനെ വേണ്ടുന്ന ആക്ഷൻ മാത്രമേ എടുക്കാവൂ. ഇപ്പൊ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ മോട്ടിവേഷണൽ, ഇൻസ്പിറേഷണൽ പുസ്തകങ്ങളാണ്. കാരണം ഞാനൊരു ഇൻസ്പിറേഷണൽ കോച്ച് എന്ന് വേണം പറയാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു നോവൽ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു മോട്ടിവേഷൻ സാധനം. ഞാനൊരു സിനിമ കാണുന്നുണ്ടെങ്കിൽ അതൊരു മോട്ടിവേഷൻ സിനിമയാണ്. എനിക്ക് ദൈവത്തിനെ കൊണ്ട് ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരുപാട് ആളോട് സംസാരിക്കേണ്ടി വരും. അപ്പൊ ഓരോരാളോടും ഒരു പുതിയ കാര്യം ഞാൻ പഠിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്റെ ഒരു ഹാബിറ്റാണ്. പണ്ടൊക്കെ ഞാൻ നോവലൊക്കെ വായിക്കും. ഇപ്പൊ ഞാൻ തലച്ചോറിന്റെ ന്യൂറോ സയൻസ് പുസ്തകങ്ങൾ മാത്രമേ വായിക്കാറുള്ളൂ. അതിന് ഒരു സമയമില്ല. അത്രയും എന്റെ ഹാബിറ്റ് മാറി. ഞാൻ ഇത് എന്റെ കാര്യം പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിൽ ക്യാമറ തിരിക്കാനാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം കാണുന്നവരുടെ ഒരു ഹാബിറ്റാണ്. അവരെ നമുക്ക്
രക്ഷപ്പെടുത്താൻ പറ്റില്ല. എപ്പോഴെങ്കിലും അല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ അറിയോ, ഇന്ന് കുട്ടികളിൽ 70% മൊബൈൽ ഫോൺ ഹാബിറ്റിന്റെ അഡിക്റ്റുകളാണ്. എനിക്ക് സങ്കടം വരുന്ന, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പ്രൈമറി സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകും, വെറുതെ. ഹൈസ്കൂളാണ്. അപ്പൊ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഫ്രീ ഫയറും പബ്ജിയും കളിക്കുന്നത്. ഒരമ്മ മിനിയാന്ന് എന്റെ സ്കൂൾ ഹൈസ്കൂൾ വന്നിട്ട് ഒരു കുട്ടിയെ ചേർക്കാൻ വന്നു വേറെ സ്കൂളിൽ. ഞാൻ എങ്ങനെയുണ്ട് കുട്ടി? സർ ഒരു പ്രശ്നമല്ല, രാത്രി ഒരു 9 മണി വരെ പഠിക്കും, എന്നിട്ടോ 9 മണിക്ക് ഗെയിം കളിക്കും. ഞാൻ ഞെട്ടി. ഞാൻ എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഫ്രീ ഫയർ. ഞാൻ ഗെയിമുകളെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തത്, എന്റെ സബ്ജക്ട് അഡിക്ഷൻ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കക്ഷി ഒരു സ്റ്റേജ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് 3 വർഷമായില്ലേ മോനെ കളിക്കുന്നത്. ആയി. അമ്മയൊന്നും പറഞ്ഞിട്ടില്ലേ? കാരണം അമ്മയ്ക്ക് ഗെയിമിന്റെ, ഞാൻ അരമണിക്കൂർ അമ്മയ്ക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. കാരണം ഇത് എത്രയോ നെഗറ്റീവാണ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നത്, ഹാക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന ഹാബിറ്റുകൾ പോസിറ്റീവ് ആയിരിക്കണം. ദയവ് ചെയ്ത് എനിക്കൊരു അഭ്യർത്ഥന, പറ്റുമെങ്കിൽ ആ കുട്ടികളെ ഒന്ന് ഈ പ്രഭാഷണ പരമ്പര കേൾപ്പിക്കൂ. ഇത് റെക്കോർഡ് അവൈലബിൾ ആവും, അന്നേരം നിങ്ങൾ അത് കാണിപ്പിച്ചാൽ മതി, ഇത് പറ്റുന്നില്ലെങ്കിൽ. അപ്പോ ഒന്നാമത്തെ കാര്യം, അതിൽ കുറച്ച് കേസ് സ്റ്റഡീസ് പറയാം. അതായത് വേറെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ചിലവർ തുടങ്ങാൻ മാറ്റി വെച്ചാൽ ഡിലേയിങ് ഈസ് ഡിനൈഡ്. ഡിലേ ഈസ് ഡിനൈഡ്. നാളെ എന്നത് സംഭവിക്കാൻ പറ്റില്ല. അവിടെയാണ് ഒരു സൂത്രവാക്യം ഡേവിഡ് ഷിവാർട്സ് പറയുന്നത്, ഡു ഇറ്റ് നൗ. ഇപ്പോൾ ചെയ്യാം. ഞാനിങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ ഉസ്താദ് എന്ന് പറയാൻ പറ്റും. കാരണം എന്നെ സംബന്ധിച്ചോളം നെക്സ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഇന്ന് സ്കൂളിൽ നിന്ന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കംപ്ലീറ്റ് ഫയലുകൾ ഞാൻ ക്ലോസ് ചെയ്തിട്ടാ വന്നത്. ഞാൻ ഓരോ മണിക്കൂറും എന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. എന്റെ ജീവിതം എവിടെയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഡിലേഡ് ഈസ് ഡിനൈഡ്. 9:30 ട്രെയിനിങ് ആണെങ്കിൽ 9 മണിക്കുള്ളിൽ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകും. എന്താ പറയണ, പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഞാനൊരു തുറന്ന പുസ്തകമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഹാബിറ്റ് ഇന്ന് നിങ്ങൾ നെഞ്ചിച്ചോട് പറയാം, ഞാൻ ഡു ഇറ്റ് നൗ പോളിസിക്കാരനാണോ? മാറ്റിവെക്കുന്ന ആളല്ലേ പ്രൊക്രാസ്റ്റിനേഷൻ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ ഇതല്ല പറയുന്നത്. അന്നേരം ഞാൻ വീണ്ടും ഇത് പറഞ്ഞു തരും. ഒരു ദിവസം ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതിൽ 3 കേസ് സ്റ്റഡി പറയുന്നത് എന്നാ നിലയിൽ പറയുന്നത്, ഒരു ചങ്ങായിക്ക് കല്യാണം കഴിക്കണം. എല്ലാ കേസ് സ്റ്റഡി ഞാൻ പറയില്ല. ഇവര് കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് മാറ്റി വെച്ചോണ്ടിരിക്കും. പെണ്ണ് കാണാൻ നാളെ കാണാം, മറ്റന്നാൾ കാണാം. അങ്ങനെ ഇവന്റെ കല്യാണം നടക്കുന്നില്ല. അതൊരു ഉദാഹരണം, ഒരു കേസ് സ്റ്റഡി പറയണു. ഞാൻ തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇരിക്കുന്ന എത്ര പേരാന്ന് ഞാൻ കണ്ണു നോക്കിയിട്ടൊന്നുമില്ല. ഈ ആൾക്കാരോട് നിങ്ങളൊന്ന് സ്വയം ചോദിച്ചോളൂ, നിങ്ങൾ ഈ പറയുന്ന ഒരു അസുഖത്തിന് അടിമകളായിരിക്കും. മാറ്റിവെച്ച് പോന്നവ. ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോ പഠിക്കണേ. രണ്ടാമത്തെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്, ഒരാൾ വാടക വീട്ടിൽ താമസിക്കുന്നു. അപ്പൊ ഈ വാടക കൊടുത്ത് മുടിഞ്ഞു. പിന്നീട് അയാൾ എന്ത് ചെയ്യുന്നറിയോ, അയാൾ ഒരു വീട് വാങ്ങാൻ തീരുമാനിച്ചു. ഇത് നടന്ന കാര്യമായിട്ടാണ്, കഥയല്ല. അപ്പൊ ഇയാളിൽ പണമില്ല. അങ്ങനെ ഇയാൾ ആ ഓണറെ പോയി കണ്ടിട്ട് പറയും, എനിക്ക് ലോൺ ആക്കി തരാം. അങ്ങനെ ഇതേ ഒരു ജോലി ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ശമ്പളം കൂട്ടി മേടിച്ചു. അങ്ങനെ ആ ലോൺ അടച്ച് ആ ബിൽഡറോടെല്ലാം കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് ബഡ്ജറ്റിൽ ഒതുങ്ങിക്കൊണ്ട് അയാള് ഒരു വീട് വാങ്ങുന്ന കഥ പറയുന്നു. എന്റെ അടുത്ത് പലരും പേഴ്സണൽ മെന്ററിംഗ് വരുമ്പോൾ ഞാൻ പറയുന്നത്, അവരെ പ്രോബ്ലം എന്താണെന്ന് പറയാൻ പറയും, അതിന്റെ ആക്ഷൻ പ്ലാൻ എന്ന് പറയും, അതിന്റെ സൊല്യൂഷൻ ഇതാണെന്ന് പറയും. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. അത് എത്ര പെട്ടെന്ന് ചെയ്യുന്നു അത്രയും അവർക്ക് റിസൾട്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു പഠിച്ച ഒരു പോയിന്റ്, ആക്ഷൻ ക്യൂവേഴ്സ് ഫിയർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ. ഇവിടെ നമ്മൾ പറയുന്നത് ആക്ഷൻ വിത്ത് പ്ലാനിങ്. അതോടെ ഞാൻ പറഞ്ഞത്, വളരെ ചങ്കുര്യത്തോടെ പറഞ്ഞത്, എനി പ്രോബ്ലം യു കം ടു മീ, ഐ വിൽ ഹാവ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. എന്താ ഒരു സൊല്യൂഷൻ? സൊല്യൂഷൻ ഇല്ല എന്നത് ഒരു സൊല്യൂഷനാണ്. ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഇല്ല, പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്ന കാര്യം.
അപ്പൊ ആക്ഷൻ ക്യൂവേഴ്സ് ഫിയറിന്റെ മൂന്നാമത്തെ കേസ് സ്റ്റഡി, അയാൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം. പക്ഷെ അയാൾ പറഞ്ഞത് എന്റെ അവസ്ഥ നേരെയായിട്ട് തുടങ്ങാം, എല്ലാം ശരിയാവട്ടെ. അങ്ങനെ അയാൾ 10 വർഷം, ഒരു ഡിക്കേഡ് എന്നാണ് പറയുന്നത്, ഒരാക്ഷൻ എടുത്തില്ല. അയാൾ ഒരിക്കലും പിന്നീട് ആക്ഷൻ എടുക്കുന്നുമില്ല. അതിന് പെർഫെക്ഷനിസം എന്നൊക്കെ പറയും. അതായത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ തുടങ്ങും. അതായത് ഞാൻ പുസ്തകം വായിക്കാൻ തീരുമാനിച്ചു, പക്ഷെ ഒരു പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ നടക്കില്ല. 1 വരി വായി, 2 വരി വായി, 3 വരി വായി. അപ്പൊ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കേട്ടോ, ആക്ഷൻ ഹാബിറ്റ്. ഞാൻ പലതും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനർത്ഥം നിങ്ങളുടെ ഈ ന്യൂറോൺസിന് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇത് പലതവണ കേൾക്കണം. പറ്റും ഇതിന്റെ റെക്കോർഡ് കണ്ടുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ ഒരു ചാനൽ വഴി വരും, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനീഷ് പറയും. നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാം. ഇനി എന്റെ തന്നെ കാണുന്നില്ല, ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് മാജിക് ഓഫ് തിങ്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒന്ന് വായിച്ചിട്ട് പരിപാടി, ഒരു വ്യാഴാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച വരെ എന്താ ഈ കക്ഷി വന്നത് പറഞ്ഞ് അങ്ങനത്തെ ഒരു ചിന്തിക്കാൻ പാടില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് മോണിറ്ററിംഗ്. അങ്ങനെ വരുമ്പോ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? അവിടെ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, എൻകറേജിങ് ഇനീഷ്യേറ്റീവ്. എന്താണെന്നറിയോ, ഈ ആക്ഷൻ ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്ട് ആൻഡ് അഡ്രസ് ഫ്യൂച്ചർ ഒബ്സ്റ്റാക്കിൾസ് rather than waiting for ideal scenarios. ഇന്നത്തെ ക്ലാസ്സിൽ ചിലവർക്ക് ഈ പോയിന്റ് കിട്ടിയ രക്ഷപ്പെടും. അതായത് നമ്മൾ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആക്ഷൻ പ്ലാൻ ആക്കി മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ആക്ഷൻ തുടങ്ങുന്നു. ഭാവിയിൽ പ്രശ്നങ്ങൾ വരുമെന്ന് വെച്ചാൽ ഇപ്പോഴേ തുടങ്ങാതിരിക്കരുത്. ഭാവിയിൽ പ്രശ്നം എന്ന് വെച്ച് തുടങ്ങാണ്ടിരിക്കരുത്. നമ്മൾ തുടങ്ങുക. ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കാര്യം തുടങ്ങി വെക്കായിക ബുദ്ധി തന്നെ ആദ്യ ലക്ഷണം, തുടങ്ങിയാൽ നിർത്തായിക അതിൽ മറ്റൊരു ലക്ഷണം. എന്തൊരു മനോഹരമായ എഴുതി. തുടങ്ങിയ ഒരു നിർത്തൂല, പക്ഷെ തുടങ്ങൂല. അതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ കുറെ പോകുന്നത്, ഏതായാലും 200 പേരായി, 250 220 ആള് 20 സ്ഥലം വിട്ടു. നോക്കാം, ഇനിയിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പറ്റിയ കുറച്ചാളെ ഉണ്ടാവും, മതി. അപ്പൊ ഞാൻ പറയുന്നുണ്ടാ, പലരും തിരക്കിൽപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. പക്ഷെ എങ്കിൽ പോലും ചിലരത് വിട്ടു. കാരണം അവർക്ക് 5 ആഴ്ച ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ പോയിന്റ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്. ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവണം. അതിനാണ് പറഞ്ഞത് ഒരു മെന്റർ ഉണ്ടാവണം എന്ന് പറയുന്നത്. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പ്രോബ്ലം ഇല്ല റൈസ്, പ്രോബ്ലം വരും, അതിനെ മാനേജ് ചെയ്യാം. എന്നിട്ട് വിജയത്ത്, അതായത് പ്രോബ്ലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ തുടങ്ങുക. എങ്ങനെ? പ്രോ ആക്റ്റീവ്ലി, മുൻകൂട്ടി കണ്ടുകൊണ്ട് പോവുക, എന്നിട്ട് സക്സസ് കിട്ടുക. പിന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. അത് ബമ പോയിട്ടാ. അതായത് ലേശം നിങ്ങൾ വൈകിയാൽ നിങ്ങൾ 108 ചിന്തകൾ വന്നിട്ട് അതില്ലാതെ. ഒരാളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, എന്താണ് ഉടനെ ഭാര്യയോട് പറയുന്നു ഞാനിങ്ങനെ ബിസിനസ് തുടങ്ങാനുണ്ട്. ഉടനെ ഭാര്യയുടെ ബ്രെയിനിൽ വരുന്ന കുറെ ചോദ്യങ്ങൾ. ഭാര്യയുടെ കുറെ ചോദ്യങ്ങൾ വരുമ്പോ ഇയാളെ ചോദ്യത്തിന് സ്ട്രോങ് ഇല്ല, എന്നാ വേണ്ട. സുഹൃത്തുക്കളെ, ആദ്യമേ നിങ്ങൾ തീരുമാനം എടുത്തത് ചെയ്യും. പോളിസി ഡു ഇറ്റ് നൗ. പ്രശ്നങ്ങൾ വരട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് തുടങ്ങണമെന്ന് മിനിഷ സംസാരിച്ചപ്പോ നമ്മൾക്ക് എത്ര ആള് വരുന്നു, ഈ ഇതിനെങ്ങനെ പണം കൊടുക്കുന്നു എന്നും നമ്മൾ ചിന്തിയിട്ടില്ല. നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇത് ആൾക്കാർ വന്നോണ്ടിരിക്കും, കുറെ ആള് നിൽക്കും, കുറെ ആള് പോവും.
ഞങ്ങളെ വിഷയം. കാരണം നമ്മുടെ ഒരു പ്ലാനിന്റെ കാര്യം നമ്മൾ ഇത്ര നോക്കുന്നു. ഒരു നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരു 100 ആൾക്കാർ ആദ്യം വേണം. അവരത് വളർത്തിക്കൊണ്ടിരുന്നാൽ ഈ സമൂഹം നന്നാവും. എക്സാമ്പിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുമ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഗുരുവിനോട് ഗോഖലെയോട് പറഞ്ഞ കാര്യം, എന്തൊക്കെ പ്രശ്നങ്ങൾ, അപ്പൊ പറഞ്ഞു നീ അത് ചിന്തിക്കണ്ട, ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. എന്തെല്ലാം വന്നു? ചൗര സംഭവം, ജനങ്ങളെ നിയന്ത്രിക്കാണ്ട് തീ കൊടുക്കും. ഗാന്ധിജി പരിപാടി നിർത്തി വീണ്ടും മെഡിറ്റേഷൻ പോകും. വീണ്ടും ഗാന്ധിജി തുടങ്ങും. അങ്ങനെ നിർത്തിയിട്ടാണ് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇതൊക്കെ ഈ പറയുന്നതൊന്നും ഈ പുസ്തകത്തിൽ മാത്രം പറയുന്നതല്ല. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഖുർആനിൽ പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നു. എവിടെയും പറഞ്ഞോട്ടെ, ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പൊ എന്തെല്ലാം പറഞ്ഞു? പ്രതിബന്ധങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക. പുസ്തകം എടുക്കുക, വായിക്കാൻ തുടങ്ങുക. അല്ലാണ്ട് വായിക്കാൻ പറ്റുമോ, ഞാൻ ഉറങ്ങിപ്പോവോ, ഒന്നും ചിന്തിക്കണ്ട. ഒരു ഹെസിറ്റേഷൻ, ഒരു എതിർപ്പ് ഫിയർ ആൻഡ് ഡൗട്ടിലേക്ക് എഫക്റ്റീവ്ലി ഷിഫ്റ്റിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രോഗ്രസ്. എന്തൊക്കെ നശിപ്പിക്കും? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ പ്രോഗ്രസ് നശിപ്പിക്കും. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇവിടെ അദ്ദേഹം കൂട്ടി പറയുന്നു, കമ്പാറ്റിംഗ് ഫിയർ വിത്ത് ആക്ഷൻ. അതായത് പേടിയൊക്കെ ഉണ്ടാവുമെങ്കിൽ നമ്മുടെ ആക്ഷൻ കൊണ്ട് അതിനൊന്ന് മത്സരിക്കണം. ആക്ഷൻ ക്യൂസ് ഫിയർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ടേക്കിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഡിമിനിഷസ് ഡ്രെഡ് ആൻഡ് ബിൽഡ്സ് കോൺഫിഡൻസ്. അതായത് പെട്ടെന്ന് തുടങ്ങി കഴിഞ്ഞാൽ, ഇത് ഞാൻ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ കുളിമുറിയിൽ പോകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. അവിടെ പോയി നല്ല തണുപ്പ്, നമ്മൾക്കറിയാം തണുപ്പുണ്ട്, പക്ഷെ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. പക്ഷെ പോകുന്നു, ഒന്നും അറിയിക്കാതെ വെള്ളത്തിലേക്ക്. റൈറ്റ്. ഇത് കുട്ടികൾക്ക് ഭയങ്കര, കുട്ടികൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലുണ്ട്. കുട്ടികളുടെ അടുത്ത് വളരെ പരിപാടി. എനിക്ക് റീസെന്റ് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തു, 2 days വർക്ക്ഷോപ്പ് കണ്ണൂർ ജില്ലയിൽ. അവിടെ ഒരു പൂൾ, ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇപ്പൊ ഞാൻ രാവിലെ നടക്കുന്ന സമയത്ത് നമ്മള് മോള് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കൊച്ചുമോള്, അവൾക്ക് കുളിക്കണം. അവിടെ ഒന്നും ആലോചിക്കാതെ ഇതൊക്കെ ഒരൊറ്റ ജമ്പ് വാടം. അപ്പോഴാണ് കർഷിക്ക് നീന്താൻ അറിയില്ല, മനസ്സിലായും. 1-2 പ്രാവശ്യം വെള്ളം കുടിച്ചു, കർഷിക്ക് കരയാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഇനീഷ്യേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരങ്ങ് അന്ന് തുടങ്ങും പരിപാടി. ഞാൻ നമ്മളിത് വളരെ ജീവിതം മനസ്സിലാക്കാനുണ്ടോ? നിങ്ങൾ ഇപ്പൊ തുടങ്ങാൻ വെക്കുന്ന കുറെ പ്ലാനുകൾ ഉണ്ടാവും. ആലോചിച്ച് അത് ഒരിക്കലും തുടങ്ങും. അതവിടെ പറയും. ഇനി രണ്ടാമത്തെ കാര്യം, മെക്കാനിക്കൽ ആക്ഷൻ അപ്രോച്ചസ്. അതായത് അങ്ങ് യാന്ത്രികമായി തുടങ്ങുക. ഒരു വഴിയാണ്, വെറുതെ തുടങ്ങുക. പിന്നെ ജേർണലിംഗ് ആൻഡ് ഫിസിക്കലി റൈറ്റ് ഡൗൺ ഐഡിയാസ് ക്യാൻ സിഗ്നിഫിക്കന്റ്ലി എൻഹാൻസ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണോ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പുസ്തകം എടുക്കുക. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, എല്ലാവരും വ്യത്യസ്തരാണല്ലോ. നിങ്ങൾ പുസ്തകം എടുത്തിട്ട് അതിൽ എഴുതുകയാണ് നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളെ ലക്ഷ്യം എഴുതി ആക്ഷൻ പ്ലാനുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഒരു കട തുടങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിലത്തെ ഓരോ ആക്ഷൻ എഴുതുമ്പോൾ അതിൽ ഇന്ന പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂടി കാണുക. എന്നിട്ട് അതിനൊരു റെമഡിയും കണ്ടിരുന്ന പരിപാടി എന്നിട്ട് തുടങ്ങാതിരിക്കരുത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കാറിൽ പെട്രോൾ ഉണ്ടോ അല്ലെ ഡീസൽ ഉണ്ടോ. എത്ര നോക്കുന്നത് അറിയാം? ഒരു നോട്ടവും ഇല്ല. ആഴ്ച പകുതിക്ക് എത്തുമ്പോൾ കണ്ടത് എത്ര സമയം വേണം? 2 minutes. ഇപ്പൊ ഞാൻ ചെയ്ത എക്സസൈസ് പറയാം. ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു എക്സസൈസ്, എല്ലാ ഡ്രസ്സൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ നിൽക്കും. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തു, ഞാൻ പേഴ്സ് എടുത്തോ, ഞാൻ പെണ്ണെടുത്തോ, ഞാൻ ടവലെടുത്തോ, വെള്ളം എടുത്തോ. ഇത് നല്ല രസമുള്ള എക്സസൈസ് ആണ്, നിങ്ങൾ തമാശയും കാണാം. ഒരു 2 minute സമയം ഇത് ചെയ്യുമ്പോൾ എനിക്കൊന്നും പിന്നെ മറക്കില്ല. പണ്ട് സ്ഥിരം മറവിയുടെ ഉസ്താദായിരുന്നു. പല സ്ത്രീകളും രാവിലെ അടുക്കളയിൽ പോകുമ്പോഴാണ് അയ്യോ പഞ്ചസാര തീർന്നു, അന്നേരം ആലോചിക്കാം. പിന്നെ
എന്തെല്ലാം കണ്ടിന്യൂസ് ആക്ഷൻ അറിയാം. ഭർത്താവോട് നിങ്ങൾക്ക് കൊണ്ടുവന്നൂടെ പഞ്ചസാര, ഈ കക്ഷി അറിയില്ല. പിന്നെ ഭർത്താവോട് ദേഷ്യം, പഞ്ചസാര മിസ്റ്റേക്ക് ഇവരതാ. എത്ര പേർ, എന്റെ ഒരു സുഹൃത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞു, 30 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ പ്ലാൻ ചെയ്യും അവരെന്താണ്. 30 ദിവസം സ്റ്റാർട്ട്, ഇന്ന് പുട്ട്, നാളെ ഉഡ്ഡലി, നാളെ. അപ്പൊ എന്താ വെച്ചാൽ എല്ലാ സ്ഥലവും നാളെ സെറ്റ് ചെയ്യും. പല സ്ത്രീകളും, എന്റെ ഭാര്യ അടക്കം, അടുക്കളയിൽ ഇന്ന് എന്താ പരിപാടി, ഇന്ന് ഒരു ദോശ തുടങ്ങാം, അപ്പൊ അരി അരച്ചിട്ടുണ്ടാകും. എത്ര ടൈമാണ് നമ്മൾ വെറുതെ കളയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിത്യജീവിതത്തിൽ ഉദാഹരണം മെക്കാനിക്കൽ ആക്ഷൻ അപ്പുറം എന്ന് തുടങ്ങുന്നു. ജേണൽ എഴുതുക. ഇപ്പൊ ഒരു കുട്ടി പഠിക്കുമ്പോ ഞാൻ പല സ്ഥലത്തും കൗൺസിലിംഗ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് എങ്ങനെ പഠിക്കും. ഫിസിക്സ് പഠിക്കാനാവുന്നില്ല, ഞാൻ പറയും ഫിസിക്സിൽ ഏത് ചാപ്റ്റർ, ഒരു ചാപ്റ്റർ അത് ഒരു പീസായി പഠിക്കും. അങ്ങനെ നിങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. കാരണം അതിന്റെ ബ്രെയിൻ അത് ഹാബിറ്റോ, അതിന് സയൻസ് പറഞ്ഞുതരാം. അടുത്ത പോയിന്റ് ഡു ഇറ്റ് നൗ മെന്റാലിറ്റി. അതായത് ഇപ്പൊ ചെയ്യും. നേരത്തെ പറഞ്ഞാലേ ഡു ഇറ്റ് നൗ, ആവർത്തിക്കുന്നില്ല. ഇനി നമ്മളില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നിട്ടോ. എന്താ കാര്യം? നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്നതിന് കാരണം ഒന്ന് ഇത് കേൾക്കുക. ഇതിൽ ബിസിനസ്സുകാരുണ്ട്, സാധാരണ വീട്ടമ്മമാരുണ്ട്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, എല്ലാവരും ഉണ്ടാവും. എനിക്കറിയില്ല ആരൊക്കെയാന്ന്, എനിക്ക് എന്നെ കണക്കറിയില്ല, കാരണം ആരൊക്കെ ആയിരുന്നു. അവരൊക്കെ തന്നെ ഒരു ലീഡർഷിപ്പ് നമ്മളിൽ ഉണ്ടാവാനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ തെറ്റിദ്ധരിച്ച വാക്കാണ് ലീഡർഷിപ്പ്. അതായത് ലീഡർ എന്ന് പറഞ്ഞാൽ ഒരാൾ മുമ്പിൽ നിന്നിട്ട്, അതൊന്നും അല്ല ലീഡർ. കാരണം സ്കൂളിലെ ലീഡർ നമുക്ക് ഓർമ്മ വരും. ദാറ്റ് ഈസ് നോട്ട് ലീഡേഴ്സ്. ലീഡർഷിപ്പിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് മാത്രം ഞാൻ പറയാം. 100 പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എ ലീഡർ ഈസ് എ പേഴ്സൺ ഹു ഫൈൻഡ്സ് അതേഴ്സ് ലീഡർഷിപ്സ്. അതായത് മറ്റുള്ളവരിലെ നേതൃത്വ വാസന കണ്ടുപിടിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ ലീഡർ. അല്ലാണ്ട് ഞാൻ എല്ലാം ചെയ്യുന്ന പറഞ്ഞ ലീഡറല്ല. ഇപ്പൊ മിനീഷിന് ടെക്നിക്കലി നല്ല നോളജാണ്. മിനീഷ്, നീ ഇതിന്റെ ടെക്നിക്കൽ എല്ലാം നോക്ക്, എനിക്കതൊന്നും താല്പര്യം. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ രണ്ടുപേരോട് സ്കില്ല് കൈമാറി. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കൂടെ വരാം. നമ്മൾ ലീഡർഷിപ്പ് എങ്ങനെ ഉണ്ടാക്കും? ഒന്ന്, വോളണ്ടിയറിങ് ഫോർ ടാസ്ക്. എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ പോയി ചാടി നമ്മൾ ചെയ്യാൻ തുടങ്ങും. അത് നമുക്ക് ഇഷ്ടമൊന്നും ആയിരിക്കില്ല, അൺകംഫർട്ടബിൾ ആയിരിക്കും, സുഖം നൽകൂല, പക്ഷെ നമ്മൾ അത് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓറിയന്റഡ് ബിഹേവിയർ ആണ്. അതായത് ഒരു പെരുമാറ്റം. അത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റില്ല. പകരം നിങ്ങളിലെ കഴിവ് പരമാവധി പുറത്തെടുക്കുന്ന വിധത്തിലുള്ള തുടർ പ്രക്രിയയിലൂടെ മാത്രമേ ലീഡർഷിപ്പ് ഉണ്ടാക്കാം. എന്റെ ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ ഒട്ടനവധി കാലത്തെ ലീഡർഷിപ്പ് ട്രെയിനിങ് എക്സ്പീരിയൻസിൽ നിന്ന് ഏതൊരാളിലും ലീഡർഷിപ്പ് ഉണ്ട്. പക്ഷെ ഇതിലിരിക്കുന്ന പല ലീഡേഴ്സും ചിന്തിക്കുന്നത് എനിക്ക് ആ ലീഡർ ഇല്ല, എനിക്ക് മറ്റൊരു ലീഡറിലാണ് ജീവിക്കാൻ പറ്റില്ല. അവരെവിടെ എത്തൂല, അവർ എവിടെയും എത്തില്ല. അവരെവിടെ എത്തൂല. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെയുള്ള ക്വാളിറ്റീസ് വളർത്തിയെടുക്കുന്ന ഹാബിറ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് ബിഹേവിയർ അല്ലെ പെരുമാറ്റമാണ് നിങ്ങളുടെ ലീഡർഷിപ്പ്. ഞാൻ ആദ്യം പറഞ്ഞ ലീഡർ എന്ന് പറഞ്ഞാൽ വെറുതെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളല്ല ലീഡർ. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു തീരുമാനമെടുക്കുന്ന ഒരാളാണ് ലീഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഉയർന്ന പോസ്റ്റുകൾ, ഇപ്പോ സുന്ദർ പിച്ചെ ഗൂഗിളിൽ ഇയാളെ ഇതേ മനുഷ്യനെ സെലക്ട് ചെയ്യാൻ വേണ്ടി എന്റെ കണക്കൂട്ടിൽ ശരിയാണ് 2-3 ലക്ഷത്തിലധികം എംപ്ലോയീസിനെ അവർ സ്റ്റഡി ചെയ്തിട്ടാണ് അദ്ദേഹത്തെ എടുത്തത്. അദ്ദേഹത്തിന് ചില പ്രത്യേക ക്വാളിറ്റികളാണ് അദ്ദേഹത്തെ ആ മേഖലയിലേക്ക് എത്തിച്ചത്. നാരായണ മൂർത്തി എന്ന് പറയുന്ന വ്യക്തിയെ കേൾക്കാൻ താനില്ല, ഇൻഫോസിസ് അറിയാം. പക്ഷെ ഇൻഫോസിസ് ഉണ്ടായ പ്രോസസ് എടുത്തു കൊടുത്താൽ അതിൽ നാരായണ മൂർത്തിയുടെ ലീഡർഷിപ്പാണ് ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നത്. ഒരു കമ്പനിയിൽ ഒന്നിച്ചു വർക്ക് ചെയ്ത 7 പേർ ഒരിക്കൽ തീരുമാനമെടുക്കുന്നു. നാരായണ മൂർത്തി പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ, നമുക്ക് രാജിവെക്കണം, 1 ലക്ഷം ശമ്പളം അതിൽ ഒഴിവാക്കാം,
നമുക്ക് സ്വന്തം കമ്പനി തുടങ്ങണം, 5 പൈസ കയ്യിലില്ല, തന്റെ ഭാര്യ പണയം വെക്കാൻ കൊടുത്ത ഒരു മാലയൊക്കെ വെച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പാണ്. അദ്ദേഹം പറഞ്ഞൊരു സ്ട്രാറ്റജീസ് ഉണ്ട്, ആ ബുക്ക് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതായത് ഒരു തീരുമാനം എടുക്കാൻ അവർ ഒരാഴ്ച ചർച്ച ചെയ്യും അല്ലേ, പക്ഷെ നാരായണമൂർത്തി അവസാനം ഒരു തീരുമാനം എടുക്കും, നെക്സ്റ്റ് ഡേ അത് ഇംപ്ലിമെന്റ് ചെയ്യും. ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾ അങ്ങനെയാണോ? ഇവിടെ 183 പേരോട് ചോദിക്കും, നിങ്ങൾ അങ്ങനെയാണോ? വെറുതെ ഈ സെഷൻ കേട്ട് പോകരുത്. ഇവിടെ സുധാമൂർത്തിയെ കുറിച്ച് പറഞ്ഞു, റൈറ്റ്? അവരുടെ ഒരുപാട് വീഡിയോസ് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഒരു വീട്ടമ്മ എന്നതിൽ അന്ന് അവർ അനുഭവിച്ച സ്ട്രഗിൾസ്. അവർ ഒറ്റ കാര്യം പറഞ്ഞു, ദേ ബിലീവ്ഡ് ഈ കമ്പനി കോടാനുകോടികളാവും. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വിട്ടുപോയി. ആ വിട്ടുപോയ ആളെയും കൂടെ അവർ കൂട്ടുപിടിച്ചു, അവരെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അത് ഇവിടെ സംഭവിക്കും. അതാ പറയുന്നത് ഈ പറയുന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താ പറഞ്ഞിരിക്കുന്ന പോയിന്റ്? നമ്മൾ വളണ്ടിയർ ആയ ഡെമോൺസ്ട്രേറ്റിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അത് പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്, ഇപ്പൊ പറയുന്നില്ല. അത് ഓരോന്നും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ പറയുക, ഇന്ന് മുതൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? ആക്ഷനിലാണ്. എന്ത് മെന്റാലിറ്റിയാണ് വേണ്ടത്? ആക്ടിവേഷനിസ്റ്റ്. നമ്മൾ ആക്ടിവേഷനിസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ലേ? അതായത് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയുള്ള മനുഷ്യനെയാണ് ആക്ടിവേഷനിസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് എന്തെല്ലാം വരും, ചാലഞ്ചസ് വന്നാൽ അതിനെ അവർ സ്വീകരിക്കും, പ്രണയിക്കും. അവർക്ക് വാല്യൂ ഉണ്ടോ? ഇത് അവസാനം തന്നെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരു കാര്യത്തിൽ, ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് കണ്ടീഷൻസ്. എല്ലാം ശരിയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു വലിയ ആശയങ്ങളൊക്കെ തന്നെ നമുക്ക് റിയാലിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒട്ടനവധി വീഡിയോകൾ ഇന്നത്തെ മാധ്യമങ്ങൾ വഴി നമ്മൾ എടുത്തെത്തുന്നു. അപ്പൊ അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ദിസ് ഇസ് വെരി ഡിസ്റ്റർബിങ്. അപ്പൊ 2 ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് കടന്നുപോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിലേക്കാണ് ഇനി നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഒരു ദിവസം പഠിച്ചാൽ മനസ്സിൽ നിൽക്കില്ല. പക്ഷെ അതിനെ പ്രധാനപ്പെട്ട കഴമ്പെടുക്കാതെ ഈ വേദി വിട്ടുപോകരുത്. ഇവിടെ 2 തരം പ്രേക്ഷകരുണ്ടാവും. അന്നും ഒരു സിനിമ കാണുന്നവരെ കാണുന്നു, അവർ കുറെ സ്ഥലം വിട്ടു, ഇപ്പൊ തന്നെ ഉറങ്ങാൻ പോയി. എന്നാൽ ഇത് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നവരോട് മാത്രമേ എനിക്ക് ഇനിയുള്ള 5-10 മിനിറ്റ് പറയാനുള്ളൂ. ഒട്ടനവധി ലീഡർഷിപ്പ് ക്ലാസ്സുകളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അത്തരം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, സെമിനാർ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അന്ന് ഈ ഐഡിയ കിട്ടി. ഈ പുസ്തകത്തിലെ ഐഡിയ മാത്രമല്ല, നമ്മുടെ ഹാബിറ്റുകൾ മാറുന്ന തരത്തിലേക്ക് ഞാൻ ആക്ഷൻ ചെയ്തിരുന്നില്ല. അതാണ് പ്രശ്നം. വായിക്കാൻ തുടങ്ങും, കൂട്ടി വെക്കും. എക്സസൈസ് ചെയ്യാൻ തുടങ്ങും, നിർത്തും. ഇത് എന്റെ വർഷങ്ങൾക്ക് മുമ്പത്തെ എന്റെ കഥയാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഇതിൽ ഒരുപാട് മേഖലയിലെ ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ മൊത്തം തലച്ചോറും നമ്മുടെ ശരീരവും എടുത്തു നോക്കിയാൽ 6 മാസം കൂടുമ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും സെൽസ്. പക്ഷെ കുഴപ്പമുണ്ട്. ഒരു സെല്ല് മാറുമ്പോൾ അടുത്ത സെല്ലിനോട് പറയും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് മെസ്സേജെങ്കിൽ അത് കൊടുത്തിട്ടാണ് കക്ഷി പോവുക. അതുകൊണ്ടാണ് നിങ്ങൾ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ദുരന്തങ്ങൾ എന്ന് കടന്നു വന്ന് വിജയിച്ചവരുടെ കഥകൾ. എന്നിട്ട് എല്ലാവരും വിചാരിക്കും ഞാൻ അങ്ങനെ ആവുന്നു. ഒരിക്കലും ആവില്ല. എങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ ഹാബിറ്റിലേക്ക് വേണം. ആക്ഷൻ ഹാബിറ്റിലേക്ക് വരാതെ പറ്റില്ല. അതാവണമെങ്കിൽ നിങ്ങളുടെ ന്യൂറോ വയറിംഗ് മാറണം. നിങ്ങളുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന വാക്ക് ഞാൻ വേണം സൂചിപ്പിച്ചു തരാം. അതായത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിന്റെ
അതിന്റെ വളർച്ച മാറ്റണം. അതിനാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ വിധത്തിൽ ന്യൂറോൺസിനെ ഷിഫ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എല്ലാ ട്രെയിനിങ്ങും പറഞ്ഞ പോലെ, യുവർ ഫിസിയോളജി ഈസ് യുവർ സൈക്കോളജി. അതായത് നിങ്ങൾ അതിന് വേണ്ടുന്ന ആക്ഷനുകൾ ചെയ്യണം. 21 ദിവസം മതി പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറാൻ. അങ്ങനെ ബുക്ക് തന്നെ ഉണ്ട്, അതിന്റെ പേര് ഇമ്പോർട്ടൻസ് ഓഫ് 21 ഡേയ്സ്. അങ്ങനെ ഇപ്പൊ ബ്രിട്ടീഷ് സ്റ്റഡി 66 എത്തിയിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ കടന്നൊരു 90 ദിവസം. ഇവിടെ ഇപ്പൊ എത്ര ആളുണ്ട് നല്ല ചോദ്യം. ഞാൻ ഓരോരാളുടെയോടും സംസാരിക്കുകയാണ് ഇപ്പോ. ആശയങ്ങളുള്ളവർ അതിനെ ആക്ഷനിലൂടെ ഹാബിറ്റുകളാക്കി മാറ്റി വിജയമാവും. ഇപ്പൊ ഈ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തുടങ്ങിയത് ഒരു ചൈനക്കാരൻ തന്റെ കാമുകിയുമായി സംസാരിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് ഇയാൾ കണ്ടുപിടിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് സൂമാണ്. അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്ന ഒരു സോഴ്സായി മാറും. ഒരുപാട് ഉദാഹരണം നിങ്ങൾ ആകെ സദ്യയുടെ ഈ പുസ്തകം വായിക്കുമ്പോൾ വളരെ 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 പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകം ഒരിക്കലോ 2, 3, 4 പ്രാവശ്യം വായിച്ച് നിർത്തരുത്. അതിൽ ഓരോ കഥകളും, കാരണം ഇത് ഓരോ വ്യക്തിയുടെയും തലച്ചോറിൽ കയറുന്നത് വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ വായനകളിലാണ്. ചിലവർക്ക് എന്റെ ക്ലാസ്സിലൂടെ മാറും, ചിലവർക്ക് പുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലൂടെ മാറും, ചിലവർക്ക് അതിന്റെ പലതവണയുള്ള വായനയിൽ നിന്ന് ഒരു അനുഭവത്തിലൂടെ മാറും. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇപ്പോഴും എന്റെ കൂടെയുള്ള ഈ പ്രേക്ഷകർ 150ഓളം പ്രേക്ഷകർ ഉറച്ച തീരുമാനമെടുത്തവരാണ്. നിങ്ങൾ പഠിക്കാൻ വാ, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങാം. ഞാൻ മാഷ് പറയുന്ന പോലെ പഠിപ്പിക്കാനല്ല, വഴി കാണിച്ചു തരാം. പുസ്തകങ്ങൾ വായിക്കാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പുസ്തകം തുടർച്ചയായിട്ട് എത്ര പേര് വായിക്കുന്നത്? ഇപ്പൊ ഒരു സർവേ നടത്തിയാൽ 152 ആൾക്കാരിലെടുത്ത റെഗുലർ റീഡേഴ്സിന്റെ എണ്ണം ഒരു 30-40 ഉണ്ടായേക്കാം. പക്ഷെ ഈ സെഷൻ കേൾക്കുന്നവരുടെ എണ്ണം, അവർക്ക് അതിന്റെ സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ അവൻ അത് വെച്ച് മുന്നോട്ട് പോയാലെങ്കിലും മതി. പുസ്തകം വായിച്ചില്ലേ കുഴപ്പമില്ല, പക്ഷെ വായിക്കണം എന്നേ ഞാൻ പറഞ്ഞു. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെടുക? അന്നേരം എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ? ഞാൻ നോ. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ മാറ്റങ്ങൾ വരുന്നത് ഈ അടുത്ത കാലത്ത് പുതിയ സ്റ്റഡി, പുസ്തകം വായിക്കാൻ തന്നെ വേണം, അത് വീഡിയോ കണ്ടാൽ പോരാ. അതുകൊണ്ട് സ്വീഡിഷ് ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് പുസ്തകം കൊടുക്കാൻ തീരുമാനിച്ചത്. ആദ്യം ഞാൻ ഒരു സെഷൻ തന്നെ അതിന് വൈ റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വായിക്കുമ്പോൾ നിങ്ങളുടെ ന്യൂറോൺസിൽ ഉണ്ടാവുന്ന ചേഞ്ചും നിങ്ങൾ വെറുതെ ഒന്ന് കേട്ടിട്ടുണ്ടാവുന്ന ചേഞ്ചും വ്യത്യാസമാണ്. ലീഡേഴ്സ് ആർ റീഡേഴ്സ് എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. ലീഡേഴ്സ് ആർ റീഡേഴ്സ്. ഇപ്പൊ വായനയുടെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കാറ്? നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇത് കയറിയിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത്. ദയവേദി ഇനി മൊബൈൽ ഫോൺ നോക്കരുത് സഹോദരങ്ങളെ, ആ TV ഒന്നും തുറക്കരുത്. നിങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് പോവുക. ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇനി ഭക്ഷണം കഴിക്കുന്നവരോട് എനിക്ക് കഴിക്കരുതെന്നേ പറയാൻ പറ്റും. രാത്രി 10 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത്. നിങ്ങൾ പോയി ഉറങ്ങുക, നിങ്ങളെ ബ്രെയിൻ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമ്പോൾ ഒന്നുകിൽ വേദിയിൽ പറയുക, അല്ലെങ്കിൽ സ്വയം എഴുതി വെക്കുക. അപ്പൊ നമ്മള് 2 ചാപ്റ്ററുകൾ ഇവിടെ ഭംഗിയായി അവസാനിപ്പിച്ചു. പക്ഷെ ഇനിയൊരു ചാപ്റ്ററിൽ നമുക്ക് 2 കൂടി ഉണ്ട്. അത് ഇന്ന് ഞാൻ എടുക്കുന്നില്ല, കാരണം ഓവർലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യില്ല. പകരം നമുക്ക് അനുഭവങ്ങളും ചർച്ചകളിലേക്കും ഒരു 10-15 മിനിറ്റ് പോകാം. എന്റെ ഒരു ലക്ഷ്യം മാത്രം പറയാം, ഇത് അവസാനിപ്പിക്കാത്ത ഒരു പ്രോഗ്രാമാണ്. നിരവധി പുസ്തകങ്ങൾ എന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ. അത് ഓരോന്നും നിങ്ങളെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു 5 ആഴ്ച ആകുമ്പോഴേക്കും ഒരു പുസ്തകം തീരും, അടുത്ത 5 ആഴ്ച വരും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് കഴിയുമ്പോഴേക്ക് 10x ഫാക്ടർ എന്നുള്ള പുസ്തകം റെഡി ആയിട്ടുണ്ട് പഠിപ്പിക്കാൻ. നമ്മുടെ കഴിവിനെ
10 മടങ്ങ് എങ്ങനെ ഈസി ആയിട്ട് വളർത്താമെന്ന് 10x റൂൾ. പുസ്തകങ്ങൾക്ക് അവസാനമില്ല, അവയുടെ ആശയങ്ങൾക്ക് അവസാനമില്ല. Recording stopped. Or diminish. Okay, sir. Thank you. Thank you. നന്ദി. Thank you. അപ്പൊ നമുക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ചെയ്തുതരാം. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന ഈ ഒരു സൂം പ്രോഗ്രാമിന്റെ അവസാനം ഒരു 10 മിനിറ്റ് നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരം കൂടി ഒരുക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിലോ അൺമ്യൂട്ട് സംസാരിക്കാം. അതിന് മുന്നേ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള നന്ദി രമേശ മാഷക്ക് നമ്മൾ അറിയിക്കാം. ഒരു ഡിജിറ്റൽ ക്ലാപ്പ് ആവാം, അല്ലെങ്കിൽ തമ്പാവാം, അല്ലെ? എന്നാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നല്ല. അതും ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു സമയം. നമ്മൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ഹൈസ്കൂളിന്റെ ഹെഡ് മാഷാണ്. അപ്പോ ആ ജോലി തിരക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കാൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാല് ഇന്നിപ്പോ ഈ വൈകിയ ഒരു സമയത്ത് 10 മണി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോ മൊബൈലിൽ കളിക്കുന്ന സമയത്തും, പക്ഷെ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒരു ആൻസർ ചെയ്യാണ് ആദ്യം നമ്മുടെ രമേശ് മാഷക്ക്. എന്താ കാരണം എന്ന് വെച്ചാല് നമ്മൾ ഇന്ന് തിരക്ക് പിടിച്ച് ഓടുന്ന മനുഷ്യന്മാരായിരുന്നു എല്ലാവർക്കും. സമയമില്ല എന്ന് പറയുന്നത് ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞ പോലെ സമയമില്ല. പക്ഷെ നമ്മളെ ഒരു ടീമിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റി വെക്കുന്ന അല്ലെ അദ്ദേഹം എടുക്കുന്ന എഫക്ട് എന്ന് പറഞ്ഞാൽ വലിയ എന്താ നമുക്ക് എത്ര പറഞ്ഞാലും അതിന് നന്ദി മതിയാവില്ല എന്നില്ല. കാരണം അദ്ദേഹം ഈ സമയത്തും നമ്മൾക്ക് വേണ്ടി അങ്ങേയറ്റം പഠിച്ച് ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് നമുക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പോ അപ്പൊ എന്തിനാണ് നമ്മൾ ഇത് കേൾക്കുന്നത്, നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ള വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന യൂറോ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്ക് നമ്മൾ വിജയിക്കാൻ വേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇതൊന്ന് തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു അച്ചീവ്മെന്റിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വായിക്കാത്ത പുസ്തകത്തിനെ പറ്റി നമുക്ക് വലിയൊരു അറിവുണ്ടാക്കി തരാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആദ്യമായി ഒരു പ്രണാമം. ഓക്കെ, അങ്ങേയറ്റം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. Sir, good evening. Hello. Good evening. Hi, Dil sir. Good evening. Hi, sir. Good evening. Good evening. ഇപ്പം ഇന്ന് മാസ്റ്റർ താങ്ക്സ് തന്നെ സാർ പറയണം. കാരണം എന്റെ മൈൻഡിലുള്ള ചില ബ്ലോക്കുകളാണ് സാർ ഇപ്പൊ അൺബ്ലോക്ക് ചെയ്ത് കളഞ്ഞത്. ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും സാറ് പ്രത്യേകിച്ച് നോട്ടീസ് കാര്യം വെച്ചാൽ സാർ 3 കേസ് സ്റ്റഡിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചില ആ കേസ് സ്റ്റഡി എനിക്കിപ്പോ എന്റെ ബ്രെയിൻ ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ടത്. കാരണം ഇന്നത്തെ ചാപ്റ്റർ എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് തിങ്ക് ചെയ്യാനും പിന്നെ അതിനെ കുറിച്ച് നമുക്കറിയില്ല, നമുക്ക് കുറെ എല്ലാവരുടെ മൈൻഡിൽ കുറെ ബ്ലോക്കുകളുണ്ട്. അത് പറ്റത്തില്ലായിരിക്കും, അത് അങ്ങനെ ആയിരിക്കും. പക്ഷെ സാർ അത് എനിക്ക് സിമ്പിൾ ആയിട്ട് അൺലോക്ക് ചെയ്ത പോലെയാണ് എന്റെ മൈൻഡിൽ തോന്നുന്നത് സാർ. അതുകൊണ്ട് എത്രത്തോളം താങ്ക്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. മാസ്റ്റർ താങ്ക്സ് തന്നെ പറയാണ്. ഹാറ്റ്സ് ഓഫ് യു സാർ. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒന്നിച്ച് വളരാൻ താങ്ക് യു. അടുത്ത ആൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഹലോ, നമസ്കാരം. നമസ്കാരം. മുണ്ടൂർ, പാലക്കാട്. സംസാരിച്ചു. അതെ, സാറിന്റെ ക്ലാസ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അതിലൂടെ ഞാനൊരു കാര്യം പറയുന്നത്, ഒരു മനുഷ്യനില് സ്പിരിച്വലായിട്ടും മെന്റലായിട്ടും വളരെ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പല തലങ്ങളിലും രോഗമായിട്ടാകാം, പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളാകാം, സാമൂഹിക പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നമ്മൾ സാറിൽ നിന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ സാറ് എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? നല്ല ചോദ്യമാണ്. അപ്പൊ ഞാൻ പറയുന്ന ഉത്തരം, ഞാനിത് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ വെറുതെ പറയുന്ന ഒരാളല്ല. പിന്നെ വൺ സെക്കൻഡ് സാർ, സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് തരണേ. ഓക്കെ, മിനീഷ് ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും എന്നെ നമ്പറിൽ വിളിക്കാനുണ്ടല്ലോ. ആദ്യം മെസ്സേജ് ചെയ്യുക, അന്നേരം തന്നെ ഇരിക്കാൻ പറ്റണമെന്നില്ല. ബട്ട് അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ 23-ാം തീയതി അല്ലെ മിനീഷ്, 23-ാം തീയതി നമ്മൾ കൊച്ചി റെക്കോർഡ് ചെയ്തല്ല, പിന്നെ
ഇത് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. വിനീത് സാറാണ് എനിക്ക് സാറിന് പരിചയപ്പെടുത്തുന്നത്, ഇതിന് സന്തോഷം. പ്രോത്സാഹനം ചെയ്തത്. ഈ വരുന്ന 23-ാം തീയതി കൊച്ചിയിൽ ഞാനൊരു സെഷൻ ചെയ്യുന്നുണ്ട് ലീഡർഷിപ്പിനെ കുറിച്ച്. ഒരു 9 to 4 o'clock, 9 മണിക്കൂറാണ് തോന്നുന്നു, 5 മണിക്കൂറായിട്ടാണ് പ്രോഗ്രാം. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മിനീഷ്, ഈസ് ദ കോർഡിനേറ്റർ ഫോർ ദാറ്റ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിലേ ഉള്ളൂ. ഞാനും ധരിച്ചിരുന്നത് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറാൻ പറ്റില്ലെന്നായിരുന്നു. ഞാനൊക്കെ അത് കടന്നുപോയവരാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ചില ഷിഫ്റ്റിങ്ങിലൂടെ അവർ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. വെറുതെ പറയുന്നതല്ല, എല്ലാ ദിവസവും ഒരാളെങ്കിലും എന്നെ കാണാൻ വരുന്നുണ്ട്, ഇന്നുണ്ട്. അത് വ്യത്യസ്തമായ അവസ്ഥകളിലെ ആൾക്കാരുണ്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട ഒരാൾ മാത്രം. അവരുടെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് വളരെ അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാജിക്കോ തിങ്കി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാണ്. അവരവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഭീകരമായി കാണും. അതൊരു പ്രശ്നമല്ലെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനുള്ള ആക്ഷൻ പ്ലാനിലേക്ക് മാത്രം അവരെ കൊണ്ടുവന്നിട്ട് ഫ്യൂച്ചർ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രോബ്ലം അവർ ഷിഫ്റ്റ് ചെയ്യും, അവർ ഫയലപ്പ് ചെയ്യും. ഉദാഹരണം, 1 ലക്ഷം കടമുള്ള ഒരാൾ അത് എപ്പോഴും കടക്കാനാണ് ചിന്തിക്കുന്നത് പകരം 1 ലക്ഷത്തിന് പകരം 2 ലക്ഷം ഉണ്ടാക്കുന്ന ഒരു വഴി അയാൾ കണ്ടെത്തിയാൽ മതി. വെരി സിമ്പിൾ. അപ്പൊ അയാൾ അടുത്ത ചോദ്യം, എനിക്ക് എന്ത് വഴി? വഴി ഓപ്പൺഡാണ്. നിങ്ങൾ ഇനിയും വിചാരിക്കുന്നത് യൂണിവേഴ്സ് കോൺസ്പയർസ്. ഞാനൊരു വലിയ ഗ്രൂപ്പിനെ പഠിപ്പിക്കണം എന്നൊരു ഡ്രീം ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത്. എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാട് 2030-നുള്ളിൽ 10 ലക്ഷം ആൾക്കാർ ഇതേ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. അത് ആര് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് എന്റെ പിക്ചറൈസ്. അവിടെ ഇവിടെ എനിക്ക് ഉത്തരം പറയാനുള്ളത്, ഉണ്ണി സാറോട് പറയാനുള്ളത്, ആരോട്, എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, നിങ്ങൾ കാണുന്ന ലക്ഷ്യങ്ങൾ ക്ലിസ്റ്റർ ക്ലിയർ ആയിരിക്കണം. അത് സമൂഹത്തിന് നേട്ടമുള്ളതായിരിക്കണം. അത് അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കണം, ഇങ്ങോട്ട് കിട്ടില്ല മാത്രം പാടില്ല. എക്സാക്ട്ലി ദാറ്റ് വിൽ ഹാപ്പൻ. അപ്പോൾ ഉണ്ണി സാറിന് ഏകദേശം മനസ്സിലായി തോന്നുന്നു. ആ പ്രോഗ്രാം, ഇതൊരു പ്രോഗ്രാമിലാണ് നമ്മുടെ ബ്രെയിൻ. ആ പ്രോഗ്രാമിനെ റീപ്രോഗ്രാം ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അതൊരു ബെൻറ്റർ ആവശ്യമുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സാർ, എന്റെ പെങ്ങളുടെ മകൻ, അദ്ദേഹം ഒരു ചെറിയ വൈഫ് അദ്ദേഹവുമായിട്ട് ചെറിയ പ്രശ്നത്തിൽ അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിച്ചു ഊട്ടിയിൽ വെച്ച്. അപ്പോ അദ്ദേഹത്തിന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അദ്ദേഹം കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ ജ്യേഷ്ഠന് ഭക്ഷണം റെഡിയാക്കി വച്ച്, ഈവനിങ് ടൈമിൽ ഫുഡെല്ലാം റെഡിയാക്കി വെച്ച്, ജ്യേഷ്ഠൻ ഡോറ് തുറക്കുന്ന സമയത്ത് ഇദ്ദേഹം പിന്നെ റൂമിൽ കെട്ടിത്തൂങ്ങി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ആ പ്രോബ്ലം അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു, ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതുപോലെ അനേക ആളുകളുണ്ട് സാറേ. സാറിന്റെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വളരെ പ്രയോജനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സാറെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പാലക്കാട് എവിടെയാണ്? പാലക്കാട് മുണ്ടൂര് സാറേ. വിനീഷ് സാറിന് നവംബർ 2 ഞാൻ പാലക്കാട് എവിടെ വരുന്നുണ്ട്, ലൊക്കേഷൻ അറിയില്ല. ഞാൻ കഴിഞ്ഞ ഒരു കുറച്ചു ദിവസം മുമ്പേ കണ്ണൂർ ജില്ലയിലെ ശശിപ്പാറയിൽ വെച്ചൊരു 2 days വർക്ക്ഷോപ്പ് ചെയ്തു. ആ വർക്ക്ഷോപ്പ് ചെയ്തിട്ട് പേഴ്സണൽ മെന്ററിങ്ങിന് വന്ന ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതിലെനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടാവാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരാളെ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നു, അയാൾ മാറി. പക്ഷെ 6 മാസം മുമ്പായിരുന്നെങ്കിൽ എനിക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. കാരണം ഇത്രയൊന്നും പ്രശ്നമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഞെട്ടരുത്. ആവറേജ് 2500 ആൾക്കാരാണ് പെർ ഡേ സൂയിസൈഡ് ചെയ്തത്. എൻ്റെ ഒരു ഗ്ലോബ് 1 ലക്ഷം ആള് സാധാരണ മരണം വരുമ്പോൾ 2500 സൂയിസൈഡാണ്. ഒരു സ്റ്റഡി നടക്കുന്നുണ്ട് മെന്റൽ ഹെൽത്തിനെ കുറിച്ച്. ഇപ്പൊ മെന്റൽ ഹെൽത്തിനെ റീസെന്റ് കഴിഞ്ഞു. നിങ്ങൾ 5 മിനിറ്റ് ഇരിക്കുമെന്ന് ഞാൻ പറയാം. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ആളാണ്, പലരും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ആൾക്കാരായിരിക്കും. അവിടെ ഒരു ഓപ്പണിംഗ് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ക്ലോസ്ഡ് ആണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ അതല്ലെന്നും അവിടെ ഡിഫറെന്റ് ഓപ്പണിങ്സ് ഉണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു ലൈറ്റ് അടിക്കുന്ന ഒരാളാണ് ഒരു മെന്റർ. ഞാൻ കാണുന്ന ഒറ്റ ഉത്തരം ഇവർക്ക് ആർക്കും മെന്റർ ഇല്ല. സുഹൃത്തുക്കളുണ്ടാവും, അവർ മെന്റേഴ്സ് അല്ല. അതായത് തന്റെ ഭർത്താവിന് യൂറിക് ആസിഡ് അധികം ഉണ്ട്. ഞാൻ ചോദിച്ചു എന്താ യൂറിക് ആസിഡ്? അതുകൊണ്ട് കടല കൊടുത്ത കശുവണ്ടി കൊടുക്കരുത്. ഞാൻ ചോദിച്ചു കശുവണ്ടി കൊടുത്ത യൂറിക് ആസിഡ് വരെ എന്താ പറഞ്ഞു? അല്ല ആരൊക്കെയാ പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞു ആരൊക്കെയോ പറയുന്നതല്ല കേൾക്കണ്ട്, അറിയുന്നവർ പറയുന്നത് കേൾക്കും.
ഒരു എക്സാമ്പിൾ ആണ് അവർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ. നാട്ടിൽ നടക്കുന്ന ഒരുപാട് അനാവശ്യ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് പകരം കൃത്യമായി സെൽഫ് മെന്ററിംഗിൽ പറ്റുമോ? എത്രയോ ആൾക്കാർ, നമ്മളൊക്കെ മെന്റേഴ്സ് ആവണം, അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കുക. അതിന് അത് വന്നവർക്ക് മനസ്സിലാവും, ഇതാണ് സൊല്യൂഷൻ. ദാറ്റ്സ് ഇറ്റ്. പണമില്ല, പണം ഉണ്ടാകണം. ആരോഗ്യമില്ല, ആരോഗ്യം ഉണ്ടാകണം. പ്രതീക്ഷ, റൈറ്റ്, ഗുഡ് ദാറ്റ്. പക്ഷെ അതൊരു ഇന്റൻഷൻ ശരിയാവണം കേട്ടോ. ഇന്റൻഷൻ. ഞാൻ പറഞ്ഞു 7,500 കോടിയിലെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ തന്റെ ഭാര്യയോട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ അവർ 4 വർഷം കൊണ്ട് 7,500 കോടി ക്രോസ് ചെയ്തു, ലാഭത്തിലെത്തിച്ചു. അവിടെ ഒരു ഷെയറിങ്ങും മെന്ററിങ്ങും നടന്നില്ല. ഭർത്താവും ഭാര്യയാണ്. കോഫി ഡേ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ ഇരിക്കുന്ന 155 പേർ, ഞാൻ അടക്കം 154 പേര് വെച്ചു, ഞാൻ അടക്കം കൂട്ടിയാൽ എന്നെ വേറെ ഒന്നും കാണുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. 155 പേര് ഇനി ആത്മഹത്യയില്ല. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാല്, വളരെ സങ്കടത്തോടെ പറയട്ടെ, ഞാൻ ഈ എന്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കലും ഒരു യാത്ര ചെയ്യുമ്പോൾ എന്റെ ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരൻ, ഞങ്ങൾ ഒന്നിച്ചൊരു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആരോടെ സുഹൃത്തിന്റെ പങ്കെടുത്ത് വരുമ്പോൾ പറഞ്ഞു, രമേശ നീ ഇടൊന്ന് ഇറങ്ങണം, നീലേശ്വരത്താണ് ഒരു സിനിമ കാണണം. ഞാൻ പറഞ്ഞു, എനിക്ക് തിരക്കാണ്. അന്ന് രാത്രി അവൻ ആത്മഹത്യ ചെയ്തു. ഒരു പക്ഷേ അത് എന്നോട് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിരിക്കാം അവനോട് ഇറങ്ങാൻ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. അന്ന് ഞാൻ എടുത്ത ഡിസിഷനാണ് ഐ വിൽ ചേഞ്ച് ദ വേ. നോ ഡൗട്ട്. ഒട്ടനവധി പേരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്, ഇനിയും പറ്റും. നിങ്ങൾ എന്നെ വിശ്വസിക്കുക. റിംഗ് ടു മീ. വഴിയുണ്ടാവും. ഒറ്റക്കല്ല, നമ്മൾ എല്ലാരും കൂടെ നമ്മളെല്ലാരും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ചിന്തിക്ക്. സിമ്പിൾ സൊല്യൂഷൻ. 20 കല്ലുകൾ ഓരോരുത്തരെടുക്കുന്നതിന് പകരം 20 കല്ലുകൾ 20 പേര് ഓരോ കല്ലെടുത്ത് മാറ്റുന്ന സെക്കൻഡുകൾ കൊണ്ടുള്ള സൊല്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആള് മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഭക്ഷണം കൊടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ടല്ലേ. എന്നിട്ട് പറയും ദൈവം ഇതെങ്ങനെ ഉണ്ടാക്കി. ദൈവത്തിന്റെ പണിയല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഷെയറിംഗ് ദി പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ഒരു എംപതി എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാവും. അവിടെ ഡേവിഡ് ഷിവാർട്സ് പുസ്തകം എഴുതുമ്പോൾ പറയുന്നുണ്ട്, വൈ ഐ ആം റൈറ്റിംഗ് ദിസ് ബുക്ക്. അയാൾ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് മുമ്പേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എന്നിലൂടെ ഏതോ ശക്തി പുസ്തകം എഴുതി. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ലൈക്ക് ബൈബിൾ ഓർ ഖുർആൻ ഓർ ഞാൻ പറയട്ടെ, ഭഗവത്ഗീതയിൽ എന്താ സംഭവിക്കുന്നത്? ക്രൈസിസിൽ കിടക്കുന്ന അർജുനൻ ആത്മഹത്യയെ കുറിച്ചാണ് അയാൾ പറയുന്നത്, ഞാൻ യുദ്ധം നിർത്തുന്നു. ദാറ്റ്സ് എ ഫെയിലിയർ. അവിടുന്ന് അദ്ദേഹത്തിന്റെ സ്കഫോൾഡിങ്, ആ വാക്ക് ഇംഗ്ലീഷുകാരൻ പറഞ്ഞ സ്കഫോൾഡിങ്, അവനെ ഉയർത്തെഴുന്നേൽപ്പല്ലേ, അവനെ ശക്തിയെ പുറത്തെടുത്ത് ഹി മെയ്ഡ് ഹിം ടു ഫൈറ്റ്. സോ ദ ബെസ്റ്റ് മോട്ടിവേറ്റർ ഇസ് ശ്രീകൃഷ്ണ, ക്രൈസ്റ്റ്, പ്രൊഫറ്റ് മുഹമ്മദ്, വർദ്ധമാന മഹാവീര, ബുദ്ധ. ഇന്ന് പ്രസന്റ് വേൾഡിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ചേഞ്ച് ചെയ്യില്ല. ഞാൻ പറഞ്ഞത് നമുക്കിത് സാധിക്കും. സുരേഷ് സാർ പറഞ്ഞ ഒരു വേദന ഞാൻ മനസ്സിലാക്കിക്കൊണ്ടേ പറഞ്ഞല്ലോ. കാരണം അദ്ദേഹത്തിന്റെ ഒരു നഷ്ടത്തെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. എനിക്കത് മനസ്സിലാവുന്ന കാരണം എനിക്ക് അങ്ങനെ നഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, ആത്മഹത്യ ചെയ്തവരുടെ ബോഡി ഞാൻ കാണാൻ പോകാറില്ല. വിഷമം കൊണ്ടൊന്നല്ല, അതെന്നെ അസ്വസ്ഥത ഉണ്ടാകും. അയാളൊരു എന്തിനത് ചെയ്തു? ഉത്തരവില്ല സാർ. ഡയറക്ട്ലി അറിയാം. അവിടെ പാലക്കാട് നടത്തിയ യാത്രയിൽ ലെറ്റസ് ഗോ ടു ഹിസ് ഹൗസ്. ഓക്കേ, ഷുവർ സർ. നവംബർ 2-ാം തീയതി ഞാൻ പാലക്കാട് വരുന്നുണ്ട്. മെനു ഒക്കെ എനിക്ക് ഇഷ്ടമറിയാം. പറ്റുമെങ്കിൽ ഞാനൊന്ന് സമയം കണ്ടെത്തി 3-ാം തീയതി ലീവ് എടുത്താൽ ഐ വിൽ കം ടു യുവർ ഹൗസ്. നോ ഡൗട്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ടൈം 10:25. എല്ലാവരും എക്സൈറ്റഡ് ആവുക. ഇത്തരത്തിൽ അനുഭവങ്ങൾ മാത്രം ആലോചിച്ച് ഉറങ്ങാതിരിക്കുക. അതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി മെറ്റാഫിസിക്കൽ ആൻസേഴ്സിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലൂടെ നിരന്തരം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തരമില്ല എന്ന് പറഞ്ഞ് അസ്വസ്ഥമായി ഉറങ്ങുന്ന ഓരോ രാത്രിയും നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ PK ബാലകൃഷ്ണൻ ഒരു നോവലുണ്ട്, പണ്ട് ഞാൻ വായിച്ചതാണ്, കർണന്റെ കഥ. ഓർക്കുക, എല്ലാവർക്കും ഒരു ദുരന്തം ഉണ്ടാവും. പക്ഷെ ആ ദുരന്തത്തിന്റെ ദുഷിച്ച അന്തമല്ല, അവിടെ നമുക്കൊരു വലിയ പ്രതീക്ഷയുടെ കൈത്തിരി നമുക്ക് തെളിക്കാൻ പറ്റും.
അതിന് ഇന്നത്തെ ക്ലാസ്സും ഒരു മാതൃകയാവട്ടെ. ഔട്ട് ഫിനിഷ് ലാസ്റ്റ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ വീണ്ടും അടുത്ത വ്യാഴാഴ്ച കൃത്യം 9:15 നമുക്ക് വീണ്ടും ഒരുമിക്കാം. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്.